പറയുന്നത്, നിങ്ങളെ അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പി. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ? കർത്താവ് വരാറായി. കർത്താവ് വരുമ്പോൾ നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പി. ഇനി അടുത്ത വാക്യം ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പി. ഹല്ലേലൂയ. ഞാൻ ഈ വാക്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ വായിച്ചപ്പോൾ എന്നോട് ദൈവാത്മാ ഇടപെട്ട ഒരു കാര്യം, യേശു എടുത്തു പറയുന്ന വാക്ക് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു. മനസ്സിലായോ? ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം നമ്മളാണെങ്കിൽ ഇന്നത്തെ തലമുറയിൽ പലപ്പോഴും പലരും ചിന്തിക്കുന്നത് യേശു ശിഷ്യന്മാരോട് പറഞ്ഞല്ലേ, പൗലോസ് കൊരിന്തി സഭയോട് പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ യോഹന്നാൻ വെളിപ്പാടിന്റെ പുസ്തകം എഴുതുമ്പോൾ നമുക്കറിയാം ആ പ്രവചന പുസ്തകത്തിൽ പല സഭകളോടുള്ള പ്രവചനം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കാം, അത് ഫിലദൽഫിയ സഭയോടുള്ളതല്ലേ, ലവോദിക്ക സഭയോടുള്ളതല്ലേ? അല്ല, ഇത് നമ്മളോടുള്ളതാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ തോന്നും ഇത് എന്നോടുള്ളതല്ല, മറ്റൊരാളോടുള്ളതാണ്. അല്ല, ഇവിടെ യേശു എടുത്തു പറയുക, ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ ഞാൻ എല്ലാവരോടും പറയുക, ഉണർന്നിരിക്കുക. ഈ വചനം കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് എന്നെ ഇരുത്തി ഈ വചനം ഒന്ന് പഠിപ്പിക്കാൻ കാരണം, എനിക്ക് കുറച്ച് നമ്മൾ പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ക്ഷീണം വരുമ്പോൾ ഉറക്കം കൂടും അല്ലേ? ചില സമയം നമ്മുടെ ബോഡി അങ്ങ് ടയേർഡ് ആവുമ്പോൾ ഉറക്കം വരും. ഇപ്പൊ കുറച്ച് നാളുകൾ യാത്രകളും മീറ്റിങ്ങൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങ് ഇടയ്ക്ക് വീട്ടിലെ കാര്യം കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഒരു ക്ഷീണം കൂടുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെ ഉറങ്ങാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഉറക്കം വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഉറങ്ങി പ്രാർത്ഥന ചോദിന് നടക്കുന്നില്ല. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം വന്നു. ഞാൻ പറഞ്ഞപ്പ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉറക്കം വരിക, ക്ഷീണമാണ്. കാരണം കുറച്ച് മണിക്കൂറൊക്കെ ഉറക്കം കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ. കാരണം രാവിലെ നിങ്ങളുടെയൊക്കെ അവിടുത്തെ രാവിലെ അറിയാമല്ലോ, രാവിലെ സൂം മീറ്റിംഗ് ഉണ്ടെങ്കിൽ വെളുപ്പിന് 4 മണി വരെ ഇരിക്കണം. ഞങ്ങളുടെ ഇവിടുത്തെ രാത്രിയാണല്ലോ. അപ്പോൾ വെളുപ്പിന് 4 മണി വരെ ഇരുന്നിട്ട് പിന്നെ കുറച്ച് നേരം കിടന്ന് പിന്നെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടും. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ ഇതൊക്കെ ഞാൻ എക്സ്ക്യൂസ് പറയുവാണ്, ശ്രദ്ധിക്കണം. ഇത് വലിയ സംഭവമായിട്ടല്ല, കർത്താവിനോട് പരാതി പറയാം. അപ്പന അറിയാലോ എനിക്ക് അധികം നേരം ഉറക്കമൊന്നും കിട്ടുന്നത്, ശരീരം ഭയങ്കര ക്ഷീണാകർത്താവേ. അപ്പൊ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, മോളെ ഈ വാക്യം അന്ന് ഞാൻ വായിക്കേണ്ട വചനം ഇതാ. പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുക. നമുക്ക് ക്ഷീണമുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ എന്നോട് ദൈവാത്മാവ് ചോദിച്ചു, നിന്റെ ഹൃദയത്തിന്റെ പ്രയോറിറ്റി അനുസരിച്ചാണ് നീ നിന്റെ ശരീരത്തെ ഉണർത്തിയിരിക്കുന്നത്. ഇപ്പൊ നമ്മളൊക്കെ അമ്മമാരാ. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ വചന വായന, ദൈവസന്നിധി ഇരിക്കുന്ന ആ ഒരു കാര്യം ഏറ്റവും കൂടുതൽ നമ്മൾ മാറ്റിവെക്കുന്ന ഒരു കാര്യം. എന്തുകൊണ്ടാണ്? കർത്താവിന് നമ്മുടെ അവസ്ഥ അറിയും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എത്ര ലേറ്റ് ആയിട്ട് കിടന്നാലും നമ്മുടെ മക്കൾക്ക് നാളെ സ്കൂളിൽ പോകണം, പരീക്ഷയാണെങ്കിൽ നമ്മൾ എഴുന്നേക്കത്തില്ലേ? ഇല്ലേ? എഴുന്നേക്കും. എത്ര ക്ഷീണമാണേലും. എന്തുകൊണ്ടാണെന്നറിയാം? നമ്മുടെ പ്രയോറിറ്റി, നമ്മൾ ആ കൊടുക്കുന്ന എന്താ പറയുക ഇമ്പോർട്ടൻസ് പോലെ ഇരിക്കും. അപ്പൊ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ കാര്യം, മണവാളനായ എന്നോട് എൻ്റെ മണവാട്ടിക്കുള്ള ഇമ്പോർട്ടൻസ്, കുറച്ചും കൂടെ പറഞ്ഞാല്, ഇപ്പൊ നമ്മുടെ ഭർത്താക്കന്മാരാരെങ്കിലും ഗൾഫിലോ വേറെ ഏതെങ്കിലും രാജ്യത്തൊക്കെ ആണെങ്കിൽ കുറെ ആഴ്ച വരുന്നെന്ന് അറിയുമ്പോൾ നമ്മൾ ഒത്തിരി കഷ്ടപ്പാടാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ഒത്തിരി സാധനം ഉണ്ടാക്കി വെക്കുന്ന, വീട് ക്ലീൻ ചെയ്ത് നമ്മുടെ ശരീരം ക്ഷീണമാണ്. പക്ഷേ നമ്മൾ എയർപോർട്ടിൽ പോയിട്ടില്ല, വേറെ ആരെങ്കിലും കൊണ്ടുവരും. അപ്പൊ ഏത് നിമിഷം വീട്ടിൽ വരാം. നിങ്ങൾ ഉറങ്ങുമോ? എത്ര ക്ഷീണമാണേലും നമ്മൾ ആ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കാത്തിരിക്കുമല്ലേ? ക്ഷീണത്തെ അവഗണിക്കാൻ അല്ലെങ്കിൽ ക്ഷീണത്തെ തള്ളിക്കളയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്നറിയോ? ഉള്ളിലെ സ്നേഹമാണ്, കാണാനുള്ള വാഞ്ചയാണ്. അപ്പം പരിശുദ്ധം എന്നോട് ഇത് പറഞ്ഞിട്ട് പറയുക, മോളെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഉണർന്നിരിക്കുക. ഈ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞത് രണ്ടർത്ഥമുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കും. ഇപ്പൊ ഞാൻ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മുടെ പ്രാർത്ഥനയിൽ ഉറക്കം വരിക, എന്റെ ജീവിതത്തിൽ അതുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് എന്റെ എക്സ്പീരിയൻസ് എനിക്കിപ്പോൾ ഇത് പറയാൻ പറ്റുന്നത്. ഉറക്കം വരിക, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ 2 വാക്ക് പറഞ്ഞപ്പോൾ ഉറക്കം. കർത്താവിനോട് പറഞ്ഞു, മോളെ ഈ പഠിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴേ എന്ത് വരുന്നറിയോ? ഉറക്കം. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ശ്രദ്ധിക്കണേ. എക്സ്പീരിയൻസ് ഉള്ളവര് ഇടയ്ക്കൊന്ന് കൈവക്കിയാലും നല്ലതാ. ഈ നമ്മളില്ലേ, കർത്താവേ ഇന്നത്തെ ദിവസം കഴിഞ്ഞ കാലം ഞങ്ങളെ വഴി നടത്തി, നമ്മുടെ പ്രാർത്ഥന അറിയാലോ, ഡെയിലി പ്രാർത്ഥന അറിയാലോ. അത് നമ്മൾ പഠിച്ചുപോയി. നമ്മൾ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുതെന്ന്. അപ്പൊ നമ്മൾ ഉടനെ പറയുന്നത് അറിയോ? ഞങ്ങൾ ആ ജൽപ്പനം ഒന്നും ചെയ്ത്, ഞങ്ങൾ എഴുതി വെച്ച പ്രാർത്ഥനയല്ല പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ നേരിട്ട് ദൈവത്തോട് സംസാരിക്കാം. പക്ഷെ സത്യസന്ധമായിട്ട് ഞാൻ പറയും, ഇന്ന് ആത്മീക കോളത്തിൽ എഴുതി വെച്ച പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറയും, നിങ്ങൾ രക്ഷിക്കപ്പെട്ട നാളെ സ്നാനപ്പെട്ടി കർത്താവിനെ അറിഞ്ഞ നാളത്തിലെ പ്രാർത്ഥന തന്നെയല്ലേ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത്. നിങ്ങളൊന്ന് വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കി.
ഞങ്ങളുടെ സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പ്രാർത്ഥനയുടെ ശൈലി കണ്ടിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങൾ കുഞ്ഞായിരുന്ന സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ ഓരോ അമ്മച്ചിമാർ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന പിള്ളേർ പറയും, രണ്ടാമത്തെ അമ്മച്ചി ഇന്ന അമ്മച്ചി പറഞ്ഞു, ഇപ്പൊ പറയും കരുണാസമ്പന്നനായ ദൈവം. ഞങ്ങൾ അവിടെ നിന്ന് പറയും. അടുത്ത അമ്മച്ചി പ്രാർത്ഥിക്കുക സ്തോത്രം പറയുമ്പോൾ സ്തോത്ര 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 സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവ്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് പറയും. കാരണം ഞങ്ങൾക്കറിയാം അമ്മച്ചി എന്താ പ്രാർത്ഥിക്കാൻ പോകുന്നത്. കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ചു വെച്ചേക്കും ഫ്രണ്ടിൽ ഇരിക്കുന്ന പിള്ളേർ. നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന ശരിക്കും ഒരു പ്രാർത്ഥിച്ചു തരും. കാരണം ഇവർ കേട്ട് 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 സെയിം പ്രാർത്ഥനയാണ്. കർത്താവ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അക്സ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ പള്ളികളിലൊക്കെ തോമ ഓർത്തഡോക്സ് കയറുന്ന സമയത്ത് ഞാൻ എൻ്റെ മമ്മിയുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് വളർന്നത് കുറച്ച് നാൾ. അപ്പം ഈ ഞാനും അവരുടെ കൂടെ ഇന്ന് സ്വർഗസ്വനായ പിതാവേ അന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ഞാനും അറിയാതെ പഠിച്ചതാണ്. കാരണം അവരുടെ കൂടെ അല്ലേ ഇരിക്കുന്നത്, പഠിച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ പകുതി പ്രാർത്ഥന ഇവർ ഉറങ്ങിയാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം ഇത് ഓട്ടോമാറ്റിക്കലി വരും. ഇപ്പൊ സ്വർഗസ്വനായ ഞങ്ങളുടെ നല്ല ദൈവം, ഇങ്ങനെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ താമസിച്ച് ഞങ്ങളുടെ രാജ്യമാണ്, ഞങ്ങളുടെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണ്, ഇങ്ങനെ ആടിത്തൂങ്ങി. കാരണം എന്താ, ഇത് ഓൾറെഡി ബ്രെയിനിൽ സ്റ്റോർഡാണ്. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ബ്രെയിനിൽ ഓൾറെഡി അത് സ്റ്റോർഡാണ്. അത് ഓട്ടോമാറ്റിക്കലി വരും. പക്ഷെ ആ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നുള്ളതാണോ? അല്ല. അപ്പൊ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥന ഉണർന്നുള്ള പ്രാർത്ഥനയായിരിക്കും. പക്ഷെ നാവിക്കൂടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വ്യത്യസ്തമാണ്. പരിശുദ്ധാത്മ പറയുന്നത് കൊണ്ട് ഞാൻ പറയും. ഇപ്പൊ കർത്താവിനോട് പറഞ്ഞു, മോളെ ഞാൻ ഈ ഉണർന്നിരിക്കാന്ന് പറഞ്ഞത് രണ്ട് രീതിയിലുള്ള എന്താ പറയുക ഉണർവ. ഒന്ന്, ശരീരം ബലഹീനമായിരിക്കാം ചില സമയത്ത്, പക്ഷെ ഉണർന്നേ പറ്റൂ, ഉണർന്ന് പ്രാർത്ഥിക്കണം. രണ്ട്, ആത്മാവ് ഉണരണം. ഇന്ന് ദൈവാത്മാവ് തരുന്ന ദൂത് ആത്മാവ് ഉണരണമെന്നാ കേട്ടോ. ആത്മാവ് ഉണരണം. ആത്മാവ് ഉണർന്നാൽ ശരീരം താനെ ഉണരും. ശരീരം ഉണർന്നത് കൊണ്ട് ആത്മാവ് ഉണരത്തില്ലേ, അത് ഡിഫറെന്റാ. ശരീരം ഉണർന്നിരുന്നത് കൊണ്ട് ആത്മാവ് ഉണരത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചേ, ആത്മാവ് ഉണർന്നാൽ ശരീരം ഉണരും. ദൂത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആത്മീകമായി ഉറക്കം ആരെങ്കിലും ഇന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ എഴുന്നേക്കാനാ ഇന്നത്തെ ദൂത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞേ, ആരാ വരുന്നത്? യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെ എപ്പോൾ വരുമെന്ന് അറിയുന്നില്ല. അപ്പൊ ഇതിന് പല നേരം പറയുക ഇവിടെ. എന്തോ നേരം? യജമാനൻ സന്ധ്യയ്ക്ക് വരാം, പിന്നെ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്നറിയില്ല. അപ്പൊ വരുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളെ ഉണർന്ന് കാണണം. ഉണർന്ന് കാണുക എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്നിരിക്കണമെന്നല്ല. ആത്മാവിൽ ഉണർന്നിരുന്നവർക്ക് കാണുമ്പോൾ എന്ത് വരും? എന്ത് തോന്നും? ഓടി വന്ന് കർത്താവിനെ കെട്ടിപ്പിടിക്കാൻ, അല്ലെ? യജമാനൻ ഏൽപ്പിച്ചത് പറയാൻ, ചെയ്യാൻ ഒരു ഉണർവുണ്ട്. അതിൽ കുറച്ചും കൂടെ എക്സാമ്പിൾ പറയാം. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ ഹസ്ബൻഡുമാർ ജോലി കഴിഞ്ഞ് വരുമ്പം നിങ്ങളുടെ മക്കൾ എത്ര പേര് ഉണർന്നിരിക്കാറുണ്ട് അപ്പയെ കാണാൻ, അപ്പയുടെ കയ്യിലുള്ള പൊതി മേടിക്കാൻ? ഉറങ്ങിക്കിടക്കുമ്പോഴും അപ്പന്റെ ബൈക്കിന്റെ ശബ്ദം കേട്ട കുഞ്ഞുങ്ങൾ എഴുന്നേക്കും, ഇല്ലേ? എന്തുകൊണ്ടെന്നറിയോ? അവരുടെ ശരീരം ഉറങ്ങിയപ്പോഴും അവരുടെ മനസ്സിനെ അവരെ അവേക്ക് ചെയ്താ വെച്ചിരുന്നത്. അപ്പ വരുമ്പോ എനിക്ക് ഉണരണം, അപ്പാടെ കയ്യിലുള്ളത് മേടിക്കണം, അപ്പയോട് ഒത്തിരി കാര്യം പറയാനുണ്ട്. അവരുടെ ഹൃദയം ഉറങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ആത്മാവ് ഉറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞല്ലോ, ഉണർന്നിരിക്കുക. പക്ഷെ പുറമേ നോക്കി അവർ ഉറങ്ങുക. അവരുടെ ഉള്ളിന്റെ സ്നേഹമാണ് അവരെ ഉണർത്തുന്നത്. ഇന്ന് പരിശുദ്ധാത്മാ പറയുന്നത്, നമ്മൾ ഉണരാൻ സമയമായി. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന അവസ്ഥ സന്ധ്യയാണോ, അർദ്ധരാത്രിയാണോ, കോഴി കൂകുന്ന സമയമാണോ, രാവിലെയാണോ എന്നറിയത്തില്ല നമ്മളായിരിക്കുന്ന സാഹചര്യം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ, അല്ലെ? കൊളംബിയയിലൊക്കെ നടന്ന ഭൂകമ്പമൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇത് കർത്താവിന്റെ വരവിനെ കുറിച്ച് എത്ര പ്രസംഗിച്ചാലും ഉണർത്തപ്പെടാത്തൊരു ജനതയെന്ന് മുമ്പിലുള്ള, ഇത് പിന്നെയും കുറച്ചും കൂടെ ഒക്കെ പോകുന്നേ, പോകത്തില്ല കേട്ടോ, പോകത്തില്ല. കർത്താവിന്റെ വരവ് അടുക്ക നിൽക്കുക. അല്ലെങ്കിൽ നിങ്ങൾ യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കുമ്പോൾ ഓർത്തോണം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ യൂട്യൂബിൽ കാണുമായിരുന്നു. ഈലോൺ മസ്ക് എന്ന് പറയുന്ന ആള് ന്യൂറോ ലിങ്ക് ഒരു മനുഷ്യന്റെ ബ്രെയിനിൽ ഘടിപ്പിക്കാൻ നോക്കുക. ഒരു വ്യക്തിയിൽ അത് വന്നു. ആ വ്യക്തിയുടെ ബ്രെയിനിന്റെ ഉള്ളിൽ ആ ന്യൂറോ ലിങ്ക് ചെയ്തേക്ക്. എവിടെ നിന്നാണ് ഇത് വരുന്നത്? നിങ്ങളൊന്ന് ഓർക്കണം. അതിന്റെ നമ്പർ പറയുന്നുണ്ട്, വേറെ ഒരു സംഖ്യ എടുത്തില്ല, 6 എടുത്തേക്കുന്നത്. ഓർക്കണം, ഇതൊക്കെയും കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളെ വിളിച്ചു കാണിക്കുമ്പോൾ നിങ്ങളോടൊരു പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന ചോദ്യം, ആത്മാവിൽ ഉണർന്നാണോ ഇരിക്കുന്നത്? നേരത്തെയും കാലത്തെയും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഇനി 13ാം അധ്യായത്തിലേക്ക് നമ്മൾ ഒരുമിച്ചൊന്ന് യാത്ര ചെയ്യാൻ പോകും. ഇവിടെ യേശു ചുമ്മാ അങ്ങ് പറഞ്ഞ് ഈ അധ്യായം നിർത്തുവല്ല ചെയ്യുന്നത്. 13ാം അധ്യായത്തില് ഞാൻ നിങ്ങളോട് പറയുന്ന എല്ലാവരോടും പറയുന്നു. എന്തോ പറഞ്ഞത് യേശു? ഈ വാക്ക് മാത്രമാണോ പറഞ്ഞത്? യജമാനന്റെ കാര്യം മാത്രമാണോ പറഞ്ഞത്? അല്ല.
ഈ 13-ാം അധ്യായം ഒരു വാണിങ്ങിന്റെ അധ്യായം. കുറെ വാണിങ്ങുകൾ യേശു നേരിട്ട് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. ഹല്ലേലൂയ. എന്തൊക്കെയാ വാണിങ്? അതാണ് ഇന്ന് നിങ്ങളോട് പറയാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ദൂത്. ഒന്നാമത്, ഇവിടെ പറഞ്ഞ ഈ 13-ാം അധ്യായം നിങ്ങളൊന്ന് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 4 ഒരു വാക്ക് എടുത്തെഴുതിയിട്ടുണ്ട്. സൂക്ഷിച്ചു കൊള്ളുവി, ബി കെയർഫുൾ, ബി അലേർട്ട്, സ്റ്റേ awake. ഉണർന്നിരിക്കുക, സൂക്ഷിക്കുക, ശ്രദ്ധയോടെ ഇരിക്കുക എന്നൊക്കെ അതിന്റെ അർത്ഥം. അത് 13:5 പറയുന്നുണ്ട്, 13:9 പറയുന്നുണ്ട്, 13:23 പറയുന്നുണ്ട്, 13:33 പറയുന്നുണ്ടോ? ഉണർന്നിരിക്കുക, സൂക്ഷിക്കുക, സൂക്ഷിച്ചു കൊള്ളുവി എന്നുള്ള വാക്ക്. എന്തിനാ എടുത്തെടുത്തൊരു കാര്യം പറയുന്നത്? ഈ 4 വട്ടവും പറഞ്ഞ കാര്യത്തിന് 4 വിവിധ അർത്ഥങ്ങളുണ്ട്. ഒന്നാമത് 13:5 യേശു അവരോട് പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവി. ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. കേട്ടല്ലോ? ഇത് ദൈവമക്കളൊന്ന് ഭയക്കണം കേട്ടോ. ഈ കാര്യം എനിക്കറിയാം സിസ്റ്ററെ, അല്ലെങ്കിൽ എനിക്കറിയാം, ഞാൻ ഭയങ്കരമായിട്ട് വിവേചിക്കുന്നു. പക്ഷെ ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ ചിലർ നമ്മളെ തെറ്റിക്കും. ആ തെറ്റിക്കുന്ന എങ്ങനെയാണെന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ചത്. ഞാനാണെന്ന് പറഞ്ഞു, ഞാൻ പറയുന്നത് കേൾക്കണം, ശ്രദ്ധിക്കണം. ആ വാക്ക് ഞാനാണെന്ന് പറഞ്ഞു. ഇത് ആരോടാ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ശിഷ്യന്മാരോട്. അതായത് ഇപ്പൊ നമ്മുടെ പിള്ളേർക്ക് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ കുറച്ചും കൂടെ എനിക്കൊന്ന് മാതാപിതാക്കൾ നാട്ടിൽ കെയർഫുൾ പറഞ്ഞു കൊടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനൊക്കെ കുഞ്ഞുനാളെ സ്കൂളിൽ പോകുമ്പോൾ എന്റെ പപ്പായും മമ്മി പറഞ്ഞു തരുന്നു, ആരെങ്കിലും വന്ന് പപ്പ പറഞ്ഞിട്ടാ വിളിച്ചുകൊണ്ട് പോകുന്ന, മമ്മി പറഞ്ഞിട്ടാ വിളിച്ചുകൊണ്ട് പോകുന്ന, കൂടെ പോയേക്കല്ലെന്ന് പറയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളും പറഞ്ഞു കൊടുക്കുമായിരിക്കും അല്ലേ? പപ്പ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഉടനെ എന്തുകൊണ്ടാ? ആ പപ്പാടെ പേര് കേൾക്കുമ്പോൾ പപ്പാടെ കൂട്ടുകാരനാ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ, ചില പപ്പാടെ നമ്പർ കാണിച്ചു, ഫോൺ നമ്പർ കാണിച്ചു, അല്ലെങ്കിൽ ഫോട്ടോ കാണിക്കുമ്പോൾ നമ്മൾ കൊച്ചു വിചാരിക്കും, അയ്യോ ഇതെന്റെ പപ്പാടെ കൂട്ടുകാരൻ, കൂടെ പോകും. പക്ഷെ അങ്ങനെ വാരില്ലെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടെങ്കിൽ, ഇത് തന്നെ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളെ ഞാനാണെന്ന് പറഞ്ഞ് പലര് വരും, ഇതിനെ സൂക്ഷിക്കണം. ഇത് യേശു ആരോടാ പറഞ്ഞു? തന്റെ പ്രിയപ്പെട്ടവരോട് അടുത്ത് വിളിച്ചിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. എങ്ങനെ പറയുന്നത്? പലര് വരും ഞാനാന്ന് പറഞ്ഞ്, എന്നിട്ട് പറയുന്നത് പലരെയും തെറ്റിക്കും. ഓ, തെറ്റിക്കുന്ന ഒരാത്മാവിനെ സൂക്ഷിക്കണം. എന്താന്ന് പറയാം. ഇവിടെ കർത്താവ് എന്നോട് പറഞ്ഞത്, ഞാൻ നിങ്ങളെ വിളിച്ചൊരു വിളിയുണ്ട് ശിഷ്യന്മാരെ. എന്തുവാ? നിങ്ങളെ മീൻ പിടിക്കുന്നവരാക്കുന്നാണോ അതോ മനുഷ്യരെ പിടിക്കുന്നവരാക്കുന്നാണോ? മനുഷ്യരെ പിടിക്കുന്നവരാക്കും. കോളിങ് അതാ, നിങ്ങളുടെ മേലുള്ള വിളി അതാ. പക്ഷെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ചിലര് നിങ്ങളുടെ അടുക്ക വരും, എന്റെ പേര് പറഞ്ഞു. എന്താണെന്നറിയോ? എന്റെ സിസ്റ്ററെ, ബുദ്ധിയോടെ ചിന്തിക്കണം. ശരിയാ, ശുശ്രൂഷ ഇതൊക്കെയാ കേട്ടോ, പക്ഷെ ബുദ്ധി കുഞ്ഞുങ്ങളാകരുത്. ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാ പറയാം, സൂക്ഷിച്ചോണം. എന്നെ ദൈവം വിളിച്ച വിളിയെക്കുറിച്ച് എനിക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ, അതിന് ഏത് ആത്മാവാ, ദൈവാത്മാവാ പറഞ്ഞെന്ന് പറഞ്ഞ് എന്റെ അടുക്കൽ വരുമ്പോൾ, എന്നെ എന്റെ മുറിക്കുള്ളിൽ ഇരുത്തി എന്നെ പേഴ്സണലി പരിശുദ്ധാത്മ വചനത്തിൽ കൂടെ കറക്റ്റ് ചെയ്ത കാര്യങ്ങൾ, എന്നെ പരിശുദ്ധാത്മാവ് തിരുത്തിയ കാര്യങ്ങൾ, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളെ ഞാൻ എന്ത് ചെയ്യും? സൂക്ഷിക്കും. വേറൊരാൾ വന്നത് തെറ്റിക്കാൻ നോക്കിയാൽ എനിക്ക് അപ്പോഴേ മനസ്സിലാവും ഇത് പരിശുദ്ധാത്മാവിനാലല്ല. ചിലപ്പോൾ അവർ പ്രസംഗിക്കുന്നവരാകാം, ഞാൻ എടുത്തു പറയുക, പ്രസംഗിക്കുന്നവരാകാം, ഭയങ്കര അത്ഭുത രോഗശാന്തി ചെയ്യുന്നവരായിരിക്കും. പക്ഷെ നമ്മൾക്കൊരു കുഴപ്പമുണ്ട്, ഈ അത്ഭുതം അടയാളം കാണുമ്പോൾ നമ്മുടെ കണ്ണ് തെറ്റിപ്പോവും. നമ്മളിത് യേശുവിൽ നിന്നാണെന്ന് വിശ്വസിക്കും, ചിന്തിച്ചു പോകും. നിങ്ങളോട് ഇതിനൊരു ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് എങ്ങനെ ഈ അന്ത്യസമയത്ത് ഇതിന്റെ ഒരു എനിക്കൊന്ന് വിവേചനാത്മാവ് താപ്പ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അത് കർത്താവ് എനിക്ക് തന്നൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഓപ്പണായിട്ട് ഷെയർ ചെയ്ത് എത്രയോ പേർക്ക് അനുഗ്രഹമായി തീരട്ടെ ഞാൻ പ്രാർത്ഥിക്കുക. ഞാൻ ഏതൊരു വ്യക്തിയും തിരിച്ചറിയുന്നത് അവരുടെ മേലുള്ള ഫ്രൂട്ടാ, അവരുടെ ഫലമാണ് നോക്കുന്നത്, ശുശ്രൂഷയല്ല. ഞാൻ വീണ്ടും പറയുന്നത് കേൾക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പരിശുദ്ധാത്മാന്റെ അഭിഷേകം ചെറിയ പ്രായത്തിൽ പ്രാപിച്ചത്, പക്ഷെ എൻ്റെ ലൈഫിൽ ഫ്രൂട്ട് ഇല്ലായിരുന്നു. ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായി? എന്തുവാ ഫ്രൂട്ട്? എന്തുവാ ഫ്രൂട്ട്? എൻ്റെ ഉള്ളിൽ വ്യാജഭാവമുണ്ട്, എൻ്റെ ഉള്ളിൽ പകയുണ്ടായിരുന്നു, എൻ്റെ ഉള്ളിൽ ഇഷ്ടക്കേടുണ്ട്, പക്ഷെ ഞാൻ ആത്മാവിൽ ആരാധിക്കും. അർത്ഥം മനസ്സിലാകുന്നത് എന്തുവാ ഞാൻ പറയുന്ന? അർത്ഥം മനസ്സിലായി എന്താന്ന്? നമുക്കൊരാളോട് ഇഷ്ടക്കേട് വെച്ച് അന്യഭാഷയിൽ ആരാധിക്കാം,
നമുക്കൊരാൾ ഇഷ്ടക്കേട് വെച്ചും പ്രാർത്ഥിക്കാം ചർച്ചിൽ, നമുക്കൊരാൾ ഇഷ്ടക്കേട് വെച്ച് വെള്ളം വെച്ച് നടക്കാം. പക്ഷെ പരിശുദ്ധാത്മാവിനെ തിരുത്തിയിട്ട് പറയാം, അല്ല മോളെ, ഞാൻ യഥാർത്ഥമായ ഒരാളിലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിനുണ്ടെങ്കിൽ അവർ ഫ്രൂട്ട്ഫുൾ ആവും. എന്തുവാ കർത്താവ് പറഞ്ഞെന്താ? നിങ്ങൾ ഫ്രൂട്ട്ഫുൾ ആവണം, നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിന്റെ ഫലം ഉണ്ടാവണം. കർത്താവ് എപ്പോഴും ആത്മാവിന്റെ ഫലത്തിന് പ്രാധാന്യം കൊടുത്താളാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഒരു വൃക്ഷത്തെ ഫലത്താൽ തിരിച്ചറിയണം. പച്ചില കണ്ട് തിരിച്ചറിയരുത്. എന്ന് വെച്ചാൽ എന്നാ, ഒരു മാവേൽ ഒത്തിരി നല്ല പച്ചിലയുണ്ട്, അത് കാണുമ്പോൾ ഓക്കെ ഇറ്റ് ഇസ് ഗുഡ്. നോ, നമ്മുടെ മേലുള്ള ഫ്രൂട്ടാണ് നോക്കുന്നത്. ദൈവാത്മാവ് ശക്തമായിട്ട് പറയും, ഇന്നത്തെ കാലത്ത് ജനം തെറ്റിപ്പോകുന്നത് ശുശ്രൂഷ കണ്ട്, നല്ല പ്രസംഗം കേട്ട് ആ വ്യക്തികളെ അങ്ങ് പൂജിക്കാൻ തുടങ്ങും. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കാൻ ഇന്നത്തെ രഹബോധത്തിൽ ഞാൻ സിസ്റ്ററോട് പറയാൻ കാരണം ഇതാണ്. പരിശുദ്ധാത്മ ശക്തമായിട്ട് എന്നോട് പറഞ്ഞു, വ്യക്തി പൂജകൾ അവസാനിപ്പിക്കണം. വ്യക്തി പൂജ അവസാനിപ്പിക്കണം. എന്താ വ്യക്തി പൂജ? എനിക്കുണ്ടായിരുന്നു വ്യക്തി പൂജ. എങ്ങനെയാന്ന് ഞാൻ പറയാം. കർത്താവ് ഈ കാലഘട്ടത്തിൽ അന്ന് ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കർത്താവ് കാലഘട്ടത്തിൽ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ദേവദാസ്, ആ ദേവദാസ്മാരുടെ മെസ്സേജ് മാത്രമേ ഞാൻ കേൾക്കത്തുള്ളൂ. അവരെവിടെയെങ്കിലും വന്നെന്ന് പറഞ്ഞാൽ ഞാൻ സമയം എടുത്തു പോകും. കാരണം എനിക്കിഷ്ടമുള്ള മെസ്സേജ് അവർ പറയുന്നത്. അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് പറയുന്നവരെ എനിക്കിഷ്ടമാണ്. അവരോട് എനിക്കൊരു പ്രത്യേക ആരാധനയാണ്. ആ വ്യക്തി വരുന്നെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു അർത്ഥം മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുക നിങ്ങൾക്ക്. പക്ഷെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ എന്നോട് ശക്തമായിട്ട് ഇടപെടും. ഈ ഒരു ആഴ്ചയിൽ ശക്തമായിട്ട് എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, വ്യക്തി പൂജ സ്റ്റോപ്പ് ചെയ്തോണം. എന്ന് വെച്ചാൽ യേശുവിന്റെ നാമം പറഞ്ഞു വന്നാൽ ശിഷ്യന്മാർ ഉറപ്പായിട്ട് അവരെ എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും. കാരണം കർത്താവിനോട് അവർക്ക് സ്നേഹമുണ്ടല്ലോ. അതുകൊണ്ട് ആ സ്നേഹം എന്റെ നാമം പറഞ്ഞു വരും, എന്റെ പേരിൽ വരും, അല്ലെ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞു വരും. ഇപ്പം യേശു ആണെന്ന് പറയുമ്പോഴത്തേന് അവരോടൊരു പ്രത്യേക സ്നേഹം, യേശുവിന്റെ പേരെടുത്ത് വരിക. ദൈവാത്മാ പറയാ, അത് ഞാനല്ല. നമുക്കിപ്പോൾ ഒരാളോട് ഒരു ഇഷ്ടം തോന്നുന്നത് എന്ത് കണ്ടായിരിക്കും? എന്തെങ്കിലുമൊക്കെ കാരണമാണ്. ചിലർക്ക് മെസ്സേജ്, ഇപ്പൊ എന്റെ ജീവിതാനുഭവത്തിൽ എന്ന് പറയുമ്പോൾ പലരും എന്നോട് വന്ന് സിസ്റ്ററുടെ മെസ്സേജ് കേൾക്കണം. അവർക്ക് എന്നെ അറിയാവുന്നത് എന്റെ മെസ്സേജ് കൂടാ. പക്ഷെ ഞാൻ എല്ലാ സ്റ്റേജിലും ഇത് ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. അക്സയുടെ മെസ്സേജ് കണ്ടിട്ട് അക്സയുടെ ആത്മീയ ജീവിതത്തെ നിങ്ങൾ ആരും വിലയിരുത്തരുത്. ഇതല്ല അക്സ. ഞാൻ തുറന്ന് ഈ പ്ലാറ്റ്ഫോമിൽ പറയാം, ഈ കാണുന്ന അല്ല അക്സ. എന്റെ ജീവിതത്തിൽ ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ എന്റെ വീട്ടിൽ വരണം. എൻ്റെ ഭർത്താവ് പറയണം, എൻ്റെ മക്കൾ പറയണം, എൻ്റെ മദറിൻലോയും ഫാദറിൻലോ അല്ലെ എൻ്റെ കസിൻസും ഫാമിലിയും പറയണം ഞാൻ ആരാണെന്ന്. കേട്ടോ, ഇത് ഞാൻ എല്ലാവരോടും പറയും. ഇന്ന് പല ദൈവമക്കളും തെറ്റിപ്പോകുന്നത് അവരുടെ ഫോക്കസ് ദൈവദാസന്മാരിലേക്കായി പോയി. എന്നെ വിളിച്ചൊരു വിളിയുണ്ട് ദൈവം, ആ വിളിക്കപ്പുറമായി എന്നെ ദൈവം സെപ്പറേറ്റ് ചെയ്തതിനപ്പുറമായി മറ്റൊരാൾ ഒരു കാര്യവുമായി ദൈവാത്മാവിലാ പറയുന്നെന്ന് പറഞ്ഞാലും തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറയണം. മനുഷ്യ ഭയം ഒരു കെണിയാ. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ട വാക്യമാ. ഈ വചനം പറഞ്ഞപ്പോ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നീ ഇത് പറയണം. അംഗീകരിക്കുന്നവരുണ്ടാകാം, അംഗീകരിക്കാത്തവരും ഉണ്ടാവും, കുഴപ്പമില്ല. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യനെ പ്രീതിപ്പെടുത്താൻ, മനുഷ്യന്റെ കയ്യടി കിട്ടാൻ, മനുഷ്യനെ അക്സെപ്റ്റൻസിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ അങ്ങ് ശ്രമിക്കുക. ഫ്രൂട്ട് ഇല്ലാത്ത ഒരു കാര്യവും നമ്മൾ അക്സെപ്റ്റ് ചെയ്യരുത്. എന്റെ ജീവിതത്തിലെ കാര്യം പറഞ്ഞു. എനിക്കൊരു പാസ്റ്റ് ഉണ്ട്, ഞാൻ ഒരിക്കലും അതിനെ പുകഴ്ത്തുവല്ല. എന്റെ പാസ്റ്റിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ ഒത്തിരി പാപം ചെയ്തിട്ടുണ്ട്, ഒത്തിരി തെറ്റ് എന്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി. എന്തുവാ? ഇതൊക്കെയാണ് ആത്മീകം. പക്ഷെ അല്ല, കർത്താവ് എന്നോട് പറഞ്ഞു, അന്തർഭാഗത്തിലെ സത്യമാ സഹിച്ചിക്കുന്നേ, പുറമേ ഉള്ള ഒരു പെർഫോമൻസും ഞാൻ അംഗീകരിക്കുന്നില്ല. ഭയങ്കര ശക്തമായിട്ട് എനിക്ക് സ്റ്റേജിൽ പ്രസംഗിക്കാം, പക്ഷെ എന്റെ അന്തർഭാഗത്തിൽ സത്യമില്ലെങ്കിൽ, ഞാൻ പറയുന്ന വചനത്തോട് ഞാൻ നീതി പുലർത്തുന്നില്ലെങ്കിൽ, കർത്താവ് പറയാം അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണോന്ന്. അതാരായിരുന്നാലും സൂക്ഷിച്ചോണം, ആരായിരുന്നാലും സൂക്ഷിച്ചോണം. കർത്താവ് പറയും എന്റെ നാമത്തിലാണ് അവർ വരുന്നത്, ഞാനാണെന്ന് പറഞ്ഞു വരും. പക്ഷെ അവരുടെ ലൈഫിൽ ഫ്രൂട്ട് ഇല്ലെങ്കിൽ, ക്ഷമിക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല, ഹല്ലേലൂയ, പകയും പിണക്കവും വാശിയും മറ്റൊരാളെ കുറ്റം പറയുന്നതും, ഇതൊക്കെ നോട്ട് ചെയ്തോണം. ഇതുണ്ടെങ്കിൽ ഓർത്തോ, ബി അവെയർ. എനിക്കറിയില്ല, ഇന്ന് ശക്തമായിട്ട് ഞാൻ പറയുന്നത്, ഈ മീറ്റിംഗ് ഞാൻ ജസ്റ്റിസോടെ ഡേറ്റ് പറഞ്ഞ് ഇന്ന ഡേറ്റ്, കാരണം ഇത് ദൂത് കർത്താവ് കുറെ നാളായിട്ട് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്.
ഈ രഹബോത്ത് മിനിസ്ട്രി വന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ദൈവാത്മ പഠിപ്പിക്കുന്ന വലിയ ആലോചനകൾ ഞാൻ കൈമാറ്റം ചെയ്തൊരു മിനിസ്ട്രി ചെയ്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഈ ദൂത് കർത്താവിനോട് പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ നീ ഇത് അനേകരുടെ ഹൃദയത്തെ ഒന്ന് തുറക്കണം. ഇന്ന് അനേകര് വ്യക്തിപൂജയുടെ പുറകെ പോകുക. ദൈവത്തിൽ നിന്നാണോ ഇത് പറയുന്നത്, അതോ നിങ്ങളെ സൂചിപ്പിക്കാൻ പറയുന്നതാണോ തിരിച്ചറിയണം. കർത്താവിന്റെ വചനം നിങ്ങൾ നോക്കി, കർത്താവിന്റെ അടുക്ക വരുന്ന ശിഷ്യന്മാരോട്, അല്ലെങ്കിൽ കർത്താവിന്റെ അടുക്ക വരുന്ന പുരുഷാരം, ഞാൻ ചോദിക്കട്ടെ, ഈ ഗിരിപ്രഭാഷണം ഇപ്പൊ ഞങ്ങളുടെ ദൈവകൃപയാൽ ഞങ്ങളുടെ സഭയിലുള്ള ദൈവദാസം ഗിരിപ്രഭാഷണം ഇപ്പൊ ഞങ്ങളുടെ ചർച്ച ബൈബിൾ സ്റ്റഡി എടുത്തു. ഞാൻ ഗിരിപ്രഭാഷണം പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എന്റെ കണ്ണ് തുറന്നു. ദൈവം ഇത്രയും ആഴമുണ്ടോ ഇതിനകത്ത്. ഇപ്പൊ ഞങ്ങളുടെ ദൈവദാസൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈ ഓഡിയൻസിനെ ശ്രദ്ധിക്കണം. ഓഡിയൻസിന് വേണ്ടത് അത്ഭുതം, അടയാളം, മക്കളുടെ വിടുതൽ, ഭർത്താവിന്റെ വിടുതൽ, കുടുംബത്തിന്റെ വിടുതൽ, പട്ടിണി മാറണം. പട്ടിണി മാറാൻ ഇവര് ദൈവസന്നിധി വരുന്നത്. വിശപ്പ്, ദാഹമൊക്കെയാ, അന്നുള്ള ആഹാരത്തിന് വേണ്ടി കൊതിക്കുന്നവർ. പക്ഷെ ഇവിടെ യേശു അവരോട് ഗിരിപ്രഭാഷണത്തിൽ പറയാം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത്. നിങ്ങളൊന്ന് ഓർത്തേ, ദാരിദ്ര്യം നല്ലതാ. നിങ്ങൾക്ക് അത് ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ദാരിദ്ര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നയാൾ എന്ത് പറയും? ഓ, ഇതല്ല ഞാൻ ഉദ്ദേശിച്ച മെസ്സേജ്, മാറ്റിക്ക് അടുത്തയാളെ മെസ്സേജ് വെച്ചേ. നിങ്ങൾ കേൾക്കണം, എനിക്ക് വേണ്ടത് ദാരിദ്ര്യത്തിൽ നിന്ന് വിടുതല. പക്ഷെ ആള് പ്രസംഗിക്കുന്ന എന്നതാ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അപ്പൊ നമ്മൾ പറയും, ഇതല്ല ഞാൻ പ്രതീക്ഷിച്ചു വന്ന ദൂത്, കർത്താവെ വീണ്ടും എന്നോട് സംസാരിക്കുക, അടുത്തയാടെ മെസ്സേജ്. അപ്പൊ അവിടെ പറയാം, കുഴപ്പമില്ല, നിന്റെ ദാരിദ്ര്യം മാറും. ഇതാണ് എനിക്ക് കേൾക്കേണ്ടത്. കർത്താവ് പറഞ്ഞ, മോനെ, ഇവിടുത്തെ ദാരിദ്ര്യം മാറാൻ ഞാൻ നിന്നെ പഠിപ്പിച്ചാലുണ്ടല്ലോ ആത്മാവ് നഷ്ടമായി പോവും. ഞാൻ നിനക്ക് വലിയൊരു സീക്രട്ടാ പറഞ്ഞു തരാൻ പോകുന്നത്. എന്താ സീക്രട്ട്? നിന്റെ ആത്മാവിനെയാ നീ സൂക്ഷിക്കേണ്ടത്. അതിനു വേണ്ടിയുള്ളതാ ചെയ്യേണ്ടത്. അത് ചെയ്യാതെ നീ ഇവിടത്തെ ദാരിദ്ര്യവും ഇവിടത്തെ ബുദ്ധിമുട്ടും ഇവിടത്തെ കഷ്ടപ്പാടിന് നീ പ്രയോറിറ്റി കൊടുത്താൽ ആത്മാവിനേക്കാൾ അധികമായി കൈവിടപ്പെട്ടു പോകും. ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാം. യേശു നമ്മുടെ അവസ്ഥകൾക്ക് തന്ന ഒരു പ്രോമിസ് ഉണ്ട്. മത്തായി 5-6 ഒക്കെ വായിക്കുമ്പോൾ അറിയാം, നിങ്ങൾക്ക് 6 അധ്യായം അറിയില്ല, അതിനകത്ത് പറയാം, നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. അത് ദൈവം തന്ന വാഗ്ദത്തമാ. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം, ഞാൻ ഇതിനെക്കുറിച്ച് വിചാരപ്പെടത്തില്ല. അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? വിചാരപ്പെടത്തില്ല. എന്തുകൊണ്ട് വിചാരപ്പെടത്തില്ല? കാരണം എൻ്റെ അപ്പം പറഞ്ഞിട്ടുണ്ട് വിചാരപ്പെടരുത്. അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ചോദിക്കും മുൻപേ നിങ്ങളുടെ ആവശ്യം ഞാൻ അറിയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് തരും. പക്ഷെ വിചാരപ്പെടേണ്ട കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയും. എന്താണെന്നറിയോ? നിങ്ങളുടെ ആത്മാവിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടണം. ആത്മാവിന്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് വിചാരപ്പെടണം. പക്ഷെ ഇന്ന് നമ്മുടെ പ്രയോറിറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇന്ന് ഈ മീറ്റിങ്ങിൽ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരും നോക്കരുത്, കർത്താവ് എന്റെ പ്രയോറിറ്റി എന്താ ശരിക്കും? എന്റെ പ്രാർത്ഥനയിലെ, എന്റെ പ്രാർത്ഥനാവാചകത്തിലെ പ്രയോറിറ്റി എന്താ? ഏറ്റവും കൂടുതൽ ഭൗതികമാണെങ്കിൽ കർത്താവ് പറയാ, ആത്മാവ് നഷ്ടമായി പോകും. അതുകൊണ്ട് മറിയയെ കുറിച്ച് പറയുന്ന ഒരു വാക്ക് എനിക്ക് ഇഷ്ടമാണ്. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു, അത് അവളിൽ നിന്ന് ആരും അപഹരിച്ചു. ദൈവമക്കളെ, ഞാൻ മറിയയുടെ കൂടെ യാത്ര ചെയ്തപ്പോൾ ഞാൻ ഓർക്കാം, മറിയയ്ക്ക് എന്തൊക്കെ കാര്യം പറയായിരുന്നു. കർത്താവ് എന്റെ വിവാഹം ഒത്തിരി അല്ല, ഞാൻ ചിന്തിച്ചു ലാസ്റ്റ് 2 സഹോദരിമാർ വിവാഹം കഴിച്ചിട്ടുണ്ട്, അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ ഞാൻ ചിന്തിച്ചു, അവർക്ക് ചിലപ്പോൾ പറയായിരുന്നു, എൻ്റെ കർത്താവെ എന്റെ വിവാഹം, അല്ലെ, ഞാൻ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കൊണ്ടുവച്ചിരിക്കുന്ന ഈ വെങ്കൽ ഭരണിയിലെ ഈ പരിമള തൈലം, ഇത് ഞാൻ പ്രഷ്യസ് ആയിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുന്ന. ഇതൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ അവള് പറയുന്നത്, എനിക്ക് അപ്പന്റെ പാതപെടുത്തി ഇരുന്നാൽ മതി, ഞാൻ ഇതൊക്കെ അപ്പന് തരാം, എനിക്കിതൊന്നും വേണം, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം മതി. ഞാനിപ്പോ പറഞ്ഞു, നമ്മുടെ ബ്രദർ വർഷിപ്പ് ലീഡ് ചെയ്തപ്പോ പറഞ്ഞു, ദൈവത്തിന്റെ സാന്നിധ്യം ആഗ്രഹിക്കണം. ഞാൻ ചില സമയങ്ങളിൽ ചില പാട്ടുകൾ ഞാൻ പാടത്തില്ല. എന്തുകൊണ്ടെന്നറിയാമോ? ഞാൻ ചോദിക്കും, കർത്താവ്, ഞാൻ നാവ് കൊണ്ട് പറയുന്നു, നിൻ സാന്നിധ്യം മതി നാഥാ, ശരിക്കും നിൻ സാന്നിധ്യം മതിയോ? ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, എൻ്റെ മെസ്സേജിൽ എപ്പോഴും പറയും, നമ്മൾ നുണ പറയത്തില്ല, നുണ പാടും. അതിൽ ഞാൻ പറഞ്ഞില്ലേ, നിൻ സാന്നിധ്യം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. നമ്മൾ പാടുമ്പോൾ അത് വായിന്ന് വരുവാ, ഹൃദയത്തീ നല്ലെന്ന് കർത്താവിന് അറിയാം. അപ്പൊ കർത്താവ് ചോദിക്കാം, മോനെ, എന്നാ ഞാൻ എൻ്റെ സാന്നിധ്യം തരട്ടെ. അയ്യോ, സാന്നിധ്യം എനിക്കിപ്പൊ, ഞാൻ പാടിയെന്നേ ഉള്ളൂ, ഇപ്പൊ വേണം, എനിക്കിപ്പൊ വേണ്ടത് കടം മാറണം, ഇപ്പൊ എനിക്ക് ജോലി വേണം, ഇപ്പൊ എന്റെ കല്യാണം നടക്കണം. അപ്പൊ കർത്താവ് പറഞ്ഞാലേ, പക്ഷെ എന്റെ സാന്നിധ്യം അത് ഞാൻ പാടിയെന്നേ ഉള്ളൂ. ചില പാട്ടുകൾ അങ്ങനെ നമ്മൾ പറയും, പാടും, ശ്രദ്ധിക്കണം കേട്ടോ, ഹൃദയത്തിൽ നിന്നാണോ എന്ന്. ഞാൻ പലയിടത്തും പ്രസംഗിക്കും പറഞ്ഞൊരു കാര്യം, കപട പ്രാർത്ഥന നിർത്തണം, കപട പ്രാർത്ഥന നിർത്തണം.
എന്തോ കപട പ്രാർത്ഥന? ഹൃദയത്തിലൊന്നും പ്രാർത്ഥന മറ്റൊന്നും. നിർത്തണം, സൂക്ഷിക്കണം. നമ്മുടെ ആവശ്യം കർത്താവിനറിയാം. എൻ്റെ മമ്മി എപ്പോഴും എന്നെ റിമൈൻഡ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, മോനെ, നിനക്ക് കിട്ടുന്ന സമയവും നിനക്ക് ദൈവം തരുന്ന ആലോചനയും അല്ലെങ്കിൽ നിനക്ക് ദൈവം നിന്നോട് പറയുന്ന കാര്യങ്ങളും നീ ചെയ്താൽ, നീ ദൈവസന്നിധിയിൽ മുഴങ്കാലം അടക്കിയാൽ, നീ ഒരു 10 മിനിറ്റ് അല്ല 1 മണിക്കൂർ ദൈവസന്നിധിയിൽ മുഴങ്കാലം അടക്കി നീ അപ്പനുമായിട്ട് സംസാരിച്ചാൽ നിന്റെ ആവശ്യം നീ പറയുന്നതിന് മുമ്പേ അറിയുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ നീ പ്രാർത്ഥിക്കാതെ, നീ ദൈവത്തോട് നിന്റെ ഹൃദയം പകരാതെ, ദൈവം പറയുന്നത് അനുസരിക്കാതിരുന്നാൽ ദൈവം ചിലപ്പോൾ ആ വിഷയത്തിന് ഒരു ഹോൾഡ് ഇടും. കാരണം നമ്മുടെ ചിന്ത മുഴുവൻ മെറ്റീരിയൽ ബ്ലെസ്സിങ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ആക്കിക്കളഞ്ഞു ജനത്തിന്റെ ഹൃദയത്തെ. ആ ശക്തികളൊക്കെ ഇനി പൊട്ടിക്കണം കേട്ടോ. നമ്മളിതിനെല്ലാം പൊട്ടിക്കണം. അതുകൊണ്ട് പറഞ്ഞു സൂക്ഷിക്കണം. എന്റെ നാമം പറഞ്ഞ് ചിലർ വരും, എന്നിട്ട് പറയുക, എന്നാൽ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഭ്രമിച്ചു പോകരുത്, അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, അവിടെ ഇവിടെ ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാകും. ഇത് ഈറ്റുനോവിന്റെ ആരംഭം മാത്രമേ. കേൾക്കുന്നുണ്ട്? ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് നടക്കാന്നറിയോ? ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുക. ഭൂകമ്പം കണ്ടിന്യൂസ് ആയിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഈറ്റുനോവിന്റെ ആരംഭമാണ്. ഈറ്റുനോവിന്റെ ആരംഭമാ. ഈ ഈറ്റുനോവിന്റെ ആരംഭത്തിൽ കർത്താവ് പറയാ, സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കണം? ആരെ സൂക്ഷിക്കണം? ഈ സമയത്ത് തെറ്റിക്കാൻ എളുപ്പം. കാരണം ജനം ഭ്രമിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഭ്രമിക്കരുതെന്ന്. കേട്ടോ? ആ വാക്ക് കേട്ടോ? കുറിച്ച് കേൾക്കുമ്പോൾ ഭ്രമിച്ചു പോകരുത്. കാരണം ഭ്രമിച്ചിരിക്കുന്നവരെ പിടിച്ചുകൊണ്ട് പോകാൻ എളുപ്പമാണ്. ഭ്രമിച്ചിരിക്കുന്നവരെ തെറ്റിക്കാൻ എളുപ്പമാ. ഒരു പ്രശ്നത്തിനകത്ത് ഭ്രമിച്ചിരിക്കുന്നവർ പെട്ടെന്ന് പറയും, എനിക്കറിയാം സൊല്യൂഷൻ, ഞാൻ പറഞ്ഞു തരാന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സെയിൽസിന് ഇരിക്കുന്നതിന് പകരം അവരുടെ പുറകെ പോകും. ഇന്ന് ജനത്തെ തെറ്റിക്കുന്ന ഏത് ലൂപ്പ് ഹോളിൽ ഇട്ടാന്നറിയോ? ഭ്രമിക്കുക, ടെൻഷൻ, ആൻസൈറ്റി. സൂക്ഷിക്കണം, സൂക്ഷിക്കണം. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കിടക്കാം. 13:9. എന്നാൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ. നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയും, നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. ഇവിടെ പറയുന്നത്, നിങ്ങളോട് മുന്നമേ ഞാൻ പറയുക, നിങ്ങളെ തന്നെ സൂക്ഷിപ്പീൻ. എന്തു അതിന്റെ അർത്ഥം? 13:9. എന്തുകൊണ്ട് നിങ്ങളെ തന്നെ സൂക്ഷിക്കാൻ പറഞ്ഞു? അതിന്റെ ഇടയ്ക്ക് കുറെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ അത് പറയണമെങ്കിൽ ഞാൻ അതിന്റെ കഴിഞ്ഞൊരു വാക്യം വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ 13-ാം വാക്യം എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? എന്നാൽ എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. കേട്ടോ? വാക്ക് കേട്ടോ? 9-ാം അതൊരു പാരഗ്രാഫാണ്. ഇപ്പൊ നമ്മുടെ മലയാളം ബൈബിൾ അതൊരു പാരഗ്രാഫായിട്ട് കൊടുത്തത്. 9-ാം വാക്യത്തിൽ പറയുക, ടൈറ്റിൽ അതാ, നിങ്ങളെ തന്നെ സൂക്ഷിക്കാം. എന്നിട്ട് അവസാനം കൊണ്ട് നിർത്തുക. എന്തുവാ? എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എന്താ അതിന്റെ അർത്ഥം? സൂക്ഷിച്ചില്ലെങ്കിൽ അവസാനത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, പെട്ടുപോകും. ആദ്യമേ വാണിംഗ് പറയും, നിന്നെ തന്നെ സൂക്ഷിക്കാം. സൂക്ഷിച്ചില്ല എന്നാ പറ്റും? ഇതിനിടയ്ക്ക് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നടക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. വീഴാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. ഞാൻ ഈ മെസ്സേജ് എവിടെ എല്ലായിടത്തും പ്രസംഗിച്ചിട്ട് വന്നിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. അപ്പാ, ഞാൻ ഈ പറഞ്ഞ മെസ്സേജ് അങ്ങ് എന്നെ പഠിപ്പിച്ചതാ, പക്ഷെ പ്രസംഗിച്ചു, മറ്റുള്ളവരോട് പറഞ്ഞു, എന്നോടുള്ള ദൂത, ഈ ദൂത് ഞാനും ഏറ്റെടുക്കുന്നു. നിൽക്കാനുള്ള കൃപ തരണം, നിൽക്കാനുള്ള കൃപ തരണം. നാളെ വചനം പ്രസംഗിച്ചിട്ട് വീണുപോയാലോ? അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കും, അപ്പാ, നിൽക്കുന്നത് കൃപയാ, നിൽക്കുന്നത് കൃപയാ. വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. അവസാനത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥകൾ നമ്മുടെ മുമ്പിൽ വരാം. ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ ചെന്നപ്പോ പറയുമായിരുന്നു, കോവിഡിന്റെ വാക്സിന്റെ കാര്യം. എല്ലാരെയും ഒന്ന് പേടിപ്പിച്ച ആൾക്കാർ. എന്നിട്ട് എന്ത് ചെയ്തു? എല്ലാവരും വാക്സിൻ എടുത്തു. അപ്പൊ ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ എനിക്കറിയാം, ഇത് ചിലപ്പോൾ യൂട്യൂബിൽ വരുമ്പോൾ ഒത്തിരി പേർക്ക് ചിലപ്പോൾ അനിഷ്ടം തോന്നും. പക്ഷെ ഞാൻ പരിശുദ്ധാത്മാവ് എന്നോട് തന്നു, എനിക്കൊരു പേടിയില്ല, ഞാൻ പറയുകയാണ്. എന്നോട് കർത്താവ് എന്റെ പ്രാർത്ഥനാ മുറി സംസാരിച്ചതാ. കോവിഡ് വാക്സിൻ വാസ് എ ടെസ്റ്റ് ഡോസ് ഫോർ സംതിങ് ബിഗ്.
എന്തോ വലുത് ലോകത്തിന് നേരെ വരാൻ പോകും. അതിനു മുമ്പുള്ള ടെസ്റ്റ് ഡോസ് ആയിരുന്നു. ആ ടെസ്റ്റ് ഡോസിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തവരെങ്ങനെയാ വലുതിനകത്ത് പിടിച്ചു നിൽക്കുന്നത്? എല്ലാവരെയും ഒന്ന് പേടിപ്പിച്ചപ്പോ എല്ലാവരും പോയി എടുത്തു ഇല്ലേ? കോവിഡ് വരാത്തവരും കോവിഡ് വന്ന് പേടിച്ചെടുത്തു. എന്തുവാ നമ്മൾ എടുക്കാൻ പോവുക? നമുക്കൊരു പേടി വരും, അയ്യോ ചെയ്യണം, ചെയ്തില്ലെങ്കിൽ പ്രശ്ന. നാളെ പലതും വരും കേട്ടോ. വചനം പറഞ്ഞ പല വാണിങ്ങിയിലുള്ളതും പുറത്തു വരാൻ പോവുക. അതിൻ്റെയുള്ള തത്രപ്പാടുകളിൽ ജനം ഓടുകയാ പുറകെ. ചിലതൊക്കെ വരുത്താൻ ദൈവമക്കൾക്കെതിരെ ഗൂഢാലോചന ചെയ്യുമ്പോൾ കർത്താവ് ചോദിക്കുക, അവസാനത്തോളം പിടിച്ചു നിൽക്കുവോ? അവസാനത്തോളം പിടിച്ചു നിൽക്കുവോ? അവനവൻ ചോദിക്കും. ഞാൻ എന്നോടാ ചോദിക്കുന്നത്, അക്സ അവസാനത്തോളം നീ പിടിച്ചു നിൽക്കുവോ? പിടിച്ചു നിൽക്കണമെങ്കിൽ ഇപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതിനെ ഞാൻ ആദ്യ വാക്യം വായിച്ചത്. എന്റെ സ്വന്തം കഴിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന പ്രതികൂലമല്ല നമുക്ക് നേരെ വരാൻ പോകുന്ന യേശു വാണിങ് തരികയാ എന്നോർത്ത്. യേശു എന്ത് ക്ലിയർ ആയിട്ടാ ശിഷ്യന്മാർക്ക് വാണിങ് കൊടുത്തെന്നോർത്ത്. എന്തോ വാണിങ്ങിന് കേട്ടോ നിങ്ങള്? അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങളിൽ ഏൽപ്പിക്കുകയും പള്ളികളിൽ വെച്ച് തല്ലുകയും എന്റെ നിമിത്തം നാടുവാഴികൾക്ക് രാജാക്കന്മാർക്ക് മുമ്പാകെ അവർക്ക് സാക്ഷ്യത്തിനായി നിർത്തുകയും ചെയ്യും. എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കും. നിങ്ങൾ വായിച്ചാൽ മതി. പിന്നെ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്ത് പറയേണ്ടു എന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത്. ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറയുന്നത് നിങ്ങളല്ല, പരിശുദ്ധാത്മാവത്രേ. ഇനി ഈ വാക്യം ഞാൻ വായിച്ചപ്പോ സത്യം പറഞ്ഞ ഞാൻ ഒരു വലിയ വെളിപ്പാട് എനിക്ക് കിട്ടി. എന്താന്ന് പറയട്ടെ, അത് ഷെയർ ചെയ്യാൻ പോവാ. ഈ പറയുന്ന കൂട്ടത്തിൽ പത്രോസ് ഇല്ലായിരുന്നോ? ഇല്ലേ? എന്ത് ക്ലിയർ ആയിട്ടാ കർത്താവ് പറയുന്നെന്ന് നോക്കി മക്കളെ. നിങ്ങളെ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിർത്തും കേട്ടോ. രാജാക്കന്മാർ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകും കേട്ടോ. നിങ്ങളോട് പല ചോദ്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം പറയാം, നിങ്ങളെ തന്നെ സൂക്ഷിപ്പീൻ, അവസാനത്തോളം പിടിച്ചു നിൽക്കണം. അപ്പം നമ്മൾ ഇത് വായിക്കുമ്പോൾ പറയും, സിസ്റ്റർ ഇത് കർത്താവിന്റെ വരവിന്റെ സമയത്ത് ഇവർ പിടിച്ചു നിൽക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആണോ? ഇത് മുൻകൂട്ടി കർത്താവ് ഒരു വാണിങ് കൊടുക്കുക. പത്രോസിന് എന്ത് ക്ലിയർ ആയിട്ടാ കർത്താവ് ക്ലാസ് എടുത്തെന്ന് നോക്കിക്കേ. എന്ത് ക്ലിയർ ആയിട്ടാ ക്ലാസ് എടുത്തേ. എടുത്തു പറയാം, ന്യായാധിപ സംഘം, പള്ളി, ഇല്ലേ, നാടുവാഴി, രാജാക്കന്മാർ, ഇവരുടെ എല്ലാം മുമ്പിൽ നിങ്ങളെ നിർത്തും. എന്തിനു നിർത്തും? സാക്ഷ്യം പറയാൻ നിർത്തും. എന്ന് വെച്ചാൽ എന്നാ സാക്ഷി എന്ന് പറഞ്ഞ എന്നാ? കണ്ടോ കേട്ടോ, നിങ്ങൾ കണ്ടോ കേട്ടോ ആണോ എന്നൊക്കെ ചോദിക്കാനാ നിർത്തും. സാക്ഷികളെ കൊണ്ടിരുന്നല്ലേ, സാക്ഷിയെ നിർത്തുന്ന. അപ്പൊ പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം? എന്ത് പറയണമെന്ന് നിങ്ങൾ അപ്പൊ ടെൻഷൻ അടിക്കണ്ട, പരിശുദ്ധാത്മാവ് തരും. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവ് തരും എന്നോർത്ത് അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? പരിശുദ്ധാത്മാവ് ഒരു കാര്യം നിങ്ങൾക്ക് തരണോ, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കൂടെ എന്ത് ചെയ്യണം? സമയം സ്പെൻഡ് ചെയ്യണം. പത്രോസേ, ഇത്രയും 1, 2, 3, 4, 5 വാക്യങ്ങളിൽ നിന്നോടായിട്ടുള്ള ദൂതായിട്ട് ഇത് എഴുതി വെച്ചേക്കുമായിരുന്നു. എന്തോ എഴുതി വെച്ചേ? സൂക്ഷിക്കണേ, നാടുവാഴിയുടെ മുമ്പിൽ നിർത്തുവേ, അല്ലെ രാജാക്കന്മാരുടെ മുമ്പിൽ നിർത്തുവേ, ഉണർന്നിരുന്ന് എന്നിട്ടാണ് അവസാന വാക്യത്തിൽ പറഞ്ഞു നിർത്തും, ഉണർന്ന് പ്രാർത്ഥിപ്പിക്കും. ഞാൻ ചോദിക്കുന്നത്, പത്രോസ് ഇത് കേട്ടിട്ട് എന്താ ചെയ്തേ? എനിക്ക് സൂക്ഷിക്കേണ്ട കാര്യമല്ല, കർത്താവ് എന്റെ കൂടെ ഉണ്ടല്ലോ. കർത്താവ് എന്റെ കൂടെ. പക്ഷെ നിങ്ങൾ ഓർത്തേ, അതിന് ന്യായാധിപന്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നില്ല, രാജാവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നില്ല, രാജാക്കന്മാരുടെ മുമ്പിൽ ഒന്നും. ഒരു വേലക്കാരി പെണ്ണിന്റെ മുമ്പിലാണ് അവനെ നിർത്തിയത് ദൈവാദ്യം. അതായത് ഞാൻ സൂക്ഷിച്ച നടക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പത്രോസ് ചിന്തിച്ചു എന്ന് കർത്താവ് അവനെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അതായത് 2 അധ്യായം കഴിയുമ്പോൾ, മോനെ നീ എന്നെ തള്ളിപ്പറയും, അതുകൊണ്ട് ഒരു വാണിങ് പറയുകയാ. പരിശുദ്ധാത്മാവ് നിന്റെ നാവിൽ എന്ത് പറയണമെന്ന് തരണമെങ്കിൽ നീ പരിശുദ്ധാത്മാവിന്റെ കൂടെ ഇരിക്കണം, ഉണർന്ന് പ്രാർത്ഥിക്കണം. ഇത്രയും ക്ലിയർ ആയിട്ട് കർത്താവ് പത്രോസിനോട് പറഞ്ഞിട്ട്, ശിഷ്യന്മാരോട് മുഴുവൻ പറഞ്ഞിട്ട്, യേശുവിനെ പിടിക്കാൻ വന്നപ്പോ എന്ത് ചെയ്തു? 11 ഓടിപ്പോയി. 10 ഓടിപ്പോയി. ഒരെണ്ണം ഓൾറെഡി പോയല്ലോ. 10 ഓടിപ്പോയി. പിന്നെ ഒരാൾ കൂടെ നിന്ന്, ആരാ? യോഹന്നാൻ. പക്ഷെ പത്രോസിനെ ഒരു ബാല്യക്കാരി ചോദിക്കുക, മഹാപുരോഹിതന്റെ ബാല്യക്കാരി ചോദിക്കുക, നീ അവന്റെ കൂടെ ഉള്ളതല്ലേ? ഞാനോ? അയ്യോ എനിക്കറിയത്തില്ല. ഒന്ന് ഓർത്ത് നോക്കിയ നിങ്ങള്. എന്താ ഇവൻ പറയേണ്ട സാക്ഷ്യം? അതെ, ഞാൻ യേശുവിനോട് കൂടെയുള്ളവനെന്നാ പറയേണ്ടത്. പക്ഷെ ഒരു വേലക്കാരി പെണ്ണിന്റെ മുമ്പിൽ പോലും പറയാൻ പറ്റിയില്ല. ഇപ്പൊ നമ്മൾ പത്രോസിനോട്, പത്രോസ് എവിടെയാ പറ്റിപ്പോയെന്നൊന്ന് പറ. പത്രോസ് പറയും, കർത്താവ് ഉണ്ടല്ലോ, കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തായിരുന്നേ, ഉണർന്നിരിക്കണം. എന്റെ നാമത്തിൽ എന്നാ, എന്റെ നാമത്തിൽ നിങ്ങളോട് ചോദ്യം ചെയ്യും, എന്റെ നാമത്തിൽ
പക്ഷേ ഉണർന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത് കർത്താവ് ഉണ്ടല്ലോ കൂടെ, കർത്താവ് അത് ഹാൻഡിൽ ചെയ്തു എന്നാ. പക്ഷെ കർത്താവ് ഇല്ലാത്തൊരു സമയം വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിക്കണമെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി, പ്രാർത്ഥിക്കാൻ മറന്നുപോയി. ദൈവമക്കളെ, എനിക്കറിയില്ല, കർത്താവ് എന്നോട് പരിശുദ്ധാത്മ ശക്തമായിട്ട് ദൂത് പറയാം. പ്രാർത്ഥനയെ കെടുത്തിക്കളഞ്ഞ് പ്രാർത്ഥിപ്പിക്കാതെ നമ്മളെ ഇടുന്നത് കുടുക്കാനാകട്ടോ, കുരുക്കാനാ. സൂക്ഷിച്ചോണം, ഉണർന്നോണം. ചിലവരുടെ മുമ്പിൽ നിർത്തുന്നത് നമ്മൾ ആരെന്ന് ചിലപ്പോൾ നമ്മളെ കാണിക്കാൻ, ചില ഇൻസിഡന്റ് നമ്മൾ ആരെന്നും ശരിക്കും നമ്മൾ ട്രാക്കിലാണ് പോകുന്നത് കാണിക്കാനാണ്. സൂക്ഷിച്ചോണം. അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ഇനി അടുത്ത വാക്കിലേക്ക് ഞാൻ വരിക, 13:23. അവിടെ ഇങ്ങനെയാ പറയുന്നത്, നിങ്ങളോ സൂക്ഷിച്ചു കൊള്ളുവിൻ, ഞാൻ എല്ലാം മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞുവല്ലോ. എന്ന് ഓർത്തേ, ഞാൻ പല കാര്യം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളോ സൂക്ഷിച്ചു കൊള്ളുക. എത്ര വട്ട കർത്താവ് പറയുന്നത് നോക്കി. എന്താ ഇവിടെ പറയുന്നത്? കള്ളക്രിസ്തുകളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിപ്പാൻ. ഇവിടെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ആരാന്നറിയോ? വൃതന്മാർ. എന്തോ ഈ വൃതന്മാർ? വൃതന്മാർ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നറിയോ? ഞാൻ സെപ്പറേറ്റ് ചെയ്തവർ. എല്ലാവരും പോകുന്ന പോലെ പോകുന്നവരല്ല, എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കുന്നവരല്ല. അവരെ സെപ്പറേറ്റ് ചെയ്തേക്ക് ദൈവം. പലതിൽ നിന്നും, പാപത്തിൽ നിന്നും അവരെ പുറത്തെടുത്തു. ഇതുവരെ ജീവിച്ച ജീവിത ശൈലികളിൽ നിന്ന് അവരെ പുറത്തെടുത്തു. ഇതുവരെ പോയ അനോയിന്റിങ് മാറ്റി വെച്ചിട്ട്, അതായത് അനോയിന്റിങ് എന്ന് പറഞ്ഞാൽ ഏത് അനോയിന്റിങ് ആണെന്ന് ഞാൻ പറയാം. നമ്മൾ ചിന്തിക്കുന്ന അനോയിന്റിങ്, എന്റെ മേൽ അനോയിന്റിങ് ഉണ്ടെന്ന് ഓർത്ത് ചെയ്യുന്ന ശുശ്രൂഷ, അതിൽ നിന്നൊക്കെ മാറ്റി ഇതല്ല, ഇതാണ് നിന്റെ മേലുള്ളത്. സെപ്പറേറ്റ് ചെയ്ത വൃതന്മാർ, കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്ന വൃതന്മാർ. ചില ശുശ്രൂഷകൾ ദൈവം അങ്ങനെ നമ്മളെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ നിൽക്കുന്നവരെ തെറ്റിക്കാൻ ഒരു കൂട്ടം ഇറങ്ങിയിട്ടുണ്ട്. ഈ വചനഭാഗം ഞാൻ വായിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, മോളെ ഇതിനെക്കുറിച്ച് നീ ശക്തമായിട്ടൊന്ന് പറയണം. ദൈവമക്കളെ ഉണരണേ, ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കർത്താവ് ആ നാളുകളെ ചുരുക്കിയിട്ടില്ലെങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. താൻ തെരഞ്ഞെടുത്ത വൃതന്മാർ നിമിത്തമോ അവൻ ആ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. അന്ന് ആരെങ്കിലും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെയെന്നോ അവിടെയെന്നോ പറഞ്ഞ് വിശ്വസിക്കരുത്. എന്നിട്ട് പറയാം, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ദൈവമക്കളെ, തെറ്റിക്കാൻ എളുപ്പമാ, തെറ്റിക്കപ്പെടാനും എളുപ്പമാ, സൂക്ഷിക്കാൻ പാടാ. പക്ഷെ കർത്താവ് പറയാ, നമ്മളെ തന്നെ സൂക്ഷിക്കണം കേട്ടോ. നിങ്ങളോ സൂക്ഷിച്ചു കൊള്ളുവീ. എന്താ സൂക്ഷിക്കേണ്ടത് ഞാൻ പെട്ടെന്നൊന്ന് പറയാൻ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദൈവദാസന്റെ മെസ്സേജ് ഇങ്ങനെ കേട്ടപ്പോൾ, ആ ദൈവദാസന്റെ മെസ്സേജിൽ ദൈവദാസൻ പറഞ്ഞ ഒരു ഭാഗം എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. ഒരിക്കലും സുവിശേഷത്തിൽ അല്ലെങ്കിൽ നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ കള്ളം പറഞ്ഞ് ജനത്തെ തെറ്റിക്കരുത്. എന്താ കള്ളം പറഞ്ഞ് ജനത്തെ തെറ്റിക്കാന്നറിയോ? ഇനി ഞാൻ പറയുന്ന കാര്യം എത്ര പേർക്ക് ഞാൻ പറഞ്ഞില്ല ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ പറയാം. എന്നെ അത് പഠിപ്പിച്ചത് പൗലോസിൽ നിന്നാണ്. പൗലോസ് ഒത്തിരി പേരെ രോഗസൗഖ്യം കൊടുത്ത ആളാ അല്ലേ? പൗലോസ് രോഗസൗഖ്യം കൊടുത്തെന്ന് പറഞ്ഞ് കണക്കില്ല. തന്റെ റൂമാൽ പ്രാർത്ഥിക്കാൻ മാത്രമല്ല, തന്റെ ശരീരത്ത് തൊട്ട ഒരു തുണി അത് ആൾക്കാർ എടുത്തോണ്ട് പോകും. അത് അവരുടെ മറ്റുള്ളവരുടെ ദേഹത്ത് വെക്കുമ്പോൾ അവർ ഹീലിംഗ്, അത്ര ഹീലിംഗ് കിട്ടിയ ഒരു മനുഷ്യനാണ്. എന്റെ ചോദ്യം ഇതാ, എന്നിട്ട് പൗലോസിന് ഹീലിംഗ് കിട്ടിയോ? ഇല്ല. ഇത് പറഞ്ഞ് ഇന്ന് കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട് പലരെ തെറ്റിക്കാൻ. അവർ ഭയങ്കര പ്രാർത്ഥനക്കാരാണ്, എന്നിട്ട് അവർക്ക് കഷ്ടതയാണല്ലോ. കേട്ടണേ, ഇത് ദൈവാത്മാവിനോട് പറയാൻ പറയും. അവരെന്തോ പ്രാർത്ഥന, എന്നാ ശുശ്രൂഷയാ ചെയ്യുന്നത്, എന്നിട്ട് അവർക്ക് ഹീലിംഗ് ഇല്ലല്ലോ. എന്നോട് ദൈവാത്മാവ് സംസാരിച്ച ഉത്തരം എന്നാന്നറിയോ? നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ മറ്റുള്ളവർക്ക് പലർക്കും അനുഗ്രഹം. അതുകൊണ്ടാ യേശുവിനോട് പലരും ചോദിച്ചത്, നീ മറ്റുള്ളവരെ രക്ഷിച്ചില്ല, നിന്നെ തന്നെ എന്താ രക്ഷിക്കാത്ത? അത് നമ്മുടെ ലീഡറോട് നേരത്തെ ചോദിച്ച ചോദ്യമാണ് നമ്മളും ഇന്ന് കേൾക്കുന്നത്. എന്നാ ശുശ്രൂഷയാ നിങ്ങൾ ഈ ചെയ്യുന്നേ? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട് അക്സ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അക്സയുടെ വിഷയത്തിന് എന്താ ദൈവം മറുപടി തരാത്തെ? എനിക്ക് അന്ന് അതിന് ഉത്തരവില്ലായിരുന്നു, പക്ഷെ ഇന്ന് എനിക്ക് ഉത്തരവുണ്ട്. ഞാൻ പറയാം, വചനം പഠിപ്പിക്കുമ്പോൾ ദൈവം അതിന് ഉത്തരം തരും. കർത്താവ് എന്നെ പഠിപ്പിച്ച മോളെ, ഞാനും ഈ ചോദ്യം കേട്ടിട്ടുള്ള കൂശയിൽ, നീ മറ്റുള്ളവരെ രക്ഷില്ല, നിന്നെ തന്നെ രക്ഷിക്കുക. ആ ചോദ്യത്തിന് മുമ്പിൽ പതറിപ്പോകരുത്. അത് നിന്റെ വിളിയിൽ നിന്ന് നിന്നെ തകർക്കാൻ എഴുതുന്ന കോളിങ് അല്ലെങ്കിൽ ഒരു മെസ്സേജാണ്. എന്തുവാ? നമ്മളപ്പം നമ്മുടെ വിളിയെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. അയ്യോ ശരിയാണല്ലോ കർത്താവ്, ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വിടുതലുണ്ട്, എന്താ എന്റെ കാര്യത്തിൽ വിടുതലില്ലാത്ത? ഇപ്പൊ കർത്താവ് പറയാം, നിന്റെ കാര്യത്തിൽ ഞാൻ വിടുതൽ തരാതിരിക്കുന്നതിന്റെ ഉത്തരം നിനക്ക് പൗലോസിന്റെ കൂടെ യാത്ര ചെയ്താൽ കിട്ടും. ഞാനിത് പ്രസംഗിച്ചിട്ടുള്ളതാ, കേട്ടിട്ടുള്ളവർക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. പൗലോസെ
നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹീലിംഗ് ഉണ്ട്, നിന്റെ കാര്യത്തിൽ എന്താ ഹീലിംഗ് നടക്കാത്ത? പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? ഞാൻ 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടവനാ, എനിക്ക് ഒത്തിരി വെളിപ്പാടുകൾ കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ ഞാൻ ഈ പ്രാർത്ഥിച്ച വിഷയത്തിന് ദൈവം എനിക്ക് മറുപടി തരാത്തതും എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇതെങ്ങനെയാ പൗലോസ് നിനക്ക് സ്നേഹമായിട്ട് തോന്നുന്നത്? പൗലോസ് പറയും, എന്താ കർത്താവിന്റെ സ്നേഹം എന്നറിയാമോ? എന്റെ കർത്താവിന് ഞാൻ നിത്യതയിൽ എത്തണമെന്നുള്ളതാ പ്രയോറിറ്റി. മനസ്സിലാവുന്നുണ്ട്? വെളിപ്പാടിന്റെ ആധിക്യം കൊണ്ട് ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. അർത്ഥം കിട്ടിയോ? ഈ ഭൂമിയിൽ ചില വിടുതലുകൾ, ഈ ഭൂമിയിൽ ചില മറുപടികൾ ദൈവം തരാത്തത് എന്റെ നിത്യത കണ്ടതുകൊണ്ടാ. ഞാൻ ചോദിക്കുന്നത് പോലത്തെ ചിലപ്പോ ഉത്തരം തന്നെന്ന് വരത്തില്ല. ചില ശൂലങ്ങൾ ദൈവം ചിലർക്ക് അനുവദിക്കും. ആ ശൂലം എന്തിനാണെന്നറിയാമോ? ചില കഷ്ടതയ്ക്ക്. നമ്മൾ ഇതെന്താ അവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചത്? അവർ ഇത്രയും ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്നിട്ട് അവരുടെ ലൈഫിൽ എന്താ ഇങ്ങനെ ഒരു അനർത്ഥം സംഭവിച്ചത്? ദൈവം പറയുക, നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനാ. എനിക്കറിയത്തില്ല, ഇത് ദൂത് കർത്താവ് റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നു. ചിലരുടെ ചോദ്യത്തിന്റെ മുമ്പിൽ നീ മനസ്സ് മടുത്ത്, എന്താ ദൈവമേ, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വിടുതൽ നടക്കുന്നുണ്ട്, അവരുടെ ടെസ്റ്റിമണി ഞാൻ കേട്ടുകൊണ്ടിരിക്കാം, എന്നാൽ എന്റെ വിഷയം എന്തിനു വൈകുന്നു, എനിക്കൊരു ഉത്തരം തരാത്തത് ഞാൻ ഉദ്ദേശിച്ച പോലുള്ള ഉത്തരമല്ലല്ലോ. കർത്താവ് പറയാ, മോളെ, നീ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്, ഹല്ലേലൂയ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനത തികഞ്ഞു വരും. നീ ഉദ്ദേശിച്ച വിടുതൽ ഞാൻ തരുന്നില്ല, പക്ഷെ കൃപ തരാം. ഈ കൃപ നിന്നെ എവിടെ എത്തിക്കുന്നറിയോ? നിത്യതയിൽ എത്തിക്കും. അതുകൊണ്ട് പൗലോസ് പിന്നെ പ്രാർത്ഥിച്ചോ വിഷയത്തിന് വേണ്ടി? പൗലോസ് പറയാ, വേണ്ട കർത്താവേ, ശൂലം മാറ്റണ്ട, അത് അവിടെ ഇരുന്നോട്ടെ, കൃപ തന്നാ മതി. എന്തുവാ കൃപ? നിത്യതയെ കാണുമല്ലോ ഞാൻ. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, വെല്ലവിധേനേയും. പൗലോസ് വെല്ലവിധേനയാണെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ പറയണോ? നമ്മളായിരുന്നെങ്കിൽ ഈ ശൂലം വന്നാൽ ഇട്ടിട്ട് പോകും. കർത്താവിന്റെ നാമത്തിനോട് ഇത്രയും നാൾ നിന്നിട്ട് മറ്റുള്ളവർ എന്നെ നിന്ദിക്കുന്നു. ഞാൻ ചോദിക്കുന്ന, ഇതൊന്നും പൗലോസ് എഴുതിയിട്ടില്ല, പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് പൗലോസിന്റെ കൂടെയുള്ള ആൾക്കാർ എത്രത്തോളം പൗലോസിനെ കളിയാക്കിയിട്ടുണ്ടാവും. നീ എന്താ പാപം ചെയ്തിട്ടാ കേട്ടോ, നീ മറ്റുള്ളവരെ സൗഖ്യമാക്കുന്നുണ്ട്, ഇതേ രോഗം വന്നവർ ഹീലിംഗ് ആയിട്ട് നിനക്കെന്താ ഹീലിംഗ് കിട്ടാത്ത? നീ എന്തോ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ദൈവമക്കളെ, ഞാൻ തുറന്നു പറയും, നമ്മുടെ ആത്മീയ കോളത്തിൽ ഇന്ന് കയറിയിരിക്കുന്ന ഒരു വലിയ തെറ്റായ ധാരണയാണ്, കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ അവകാശമാണ് കഷ്ടത. എൻ്റെ മമ്മി എപ്പോഴും ഞങ്ങളെ റിമൈൻഡ് ചെയ്യുന്നൊരു വാക്കാത്, മോനെ, കഷ്ടത നമ്മുടെ അവകാശമാണ്. കഷ്ടതയാണ് നമ്മളെ പണിയുന്നത്, കഷ്ടതയാണ് നമ്മളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുന്നത്. കഷ്ടതയിൽ തികഞ്ഞ ക്രിസ്തുവിന്റെ മണവാട്ടിയായ നമുക്ക് കഷ്ടത വരാതിരിക്കുമോ? എൻ്റെ ജീവിതത്തിൽ കഷ്ടത എന്നെ പണിതത്. ഓരോ കഷ്ടതയും വരുമ്പോൾ അവിടെ എന്നെ കർത്താവ് പണിതത്. എന്നിൽ ചിലതൊക്കെ കഷ്ടതയിലായി എൻ്റെ തനി സ്വഭാവം ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, തീക്കകത്ത് പൊന്നിനെ ഇട്ടാല് നമ്മൾ എപ്പോഴും പറയും പൊന്ന് നല്ലതായിട്ട് തിളങ്ങി പുറത്തു വരുന്നു. പക്ഷെ പറയേണ്ട ഭാഗം എന്നാണെന്നറിയോ? പൊന്നിനെ തീയിലിട്ടാലേ പൊന്നിനകത്ത് എന്തോ ഒരു അശുദ്ധി ഉണ്ടായിരുന്നെന്ന് അറിയത്തുള്ളൂ. പനി വരുമ്പോൾ നമ്മൾ പറയില്ല കർത്താവ് പനി വിടുവിക്കുമെന്ന്. പക്ഷെ ഇതിനൊക്കെ വലിയൊരു രോഗം വരുമ്പോൾ നമ്മൾ പറയും, എന്താ കർത്താവ് എന്നോട് ഇങ്ങനെ ചെയ്ത്, ഞാൻ ഇങ്ങനെയല്ലല്ലോ. ഉടനെ നമ്മുടെ ഉള്ളിൽ നമ്മൾ പറയത്തില്ലേ, വരുന്ന അപ്പോഴാണ് ഒരു റിപ്പോർട്ട് ചിലപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് തരുന്നത് എന്തിനാണെന്നറിയോ? ചില റിപ്പോർട്ടുകൾ നമുക്ക് നമ്മുടെ മുമ്പിൽ ദൈവം കൊണ്ടുത്തരും. എന്തിനാണെന്നറിയാം? നമ്മുടെ ഉള്ളിൽ ശരിക്കും വിശ്വാസം ഉണ്ടോ നമ്മളെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയും, പത്രോസിന്റെ കാര്യം ഞാൻ ഈ പറഞ്ഞത്, ഈ ഉണർന്നിരിപ്പിന്ന് പറഞ്ഞ പത്രോസിനോട് പറയാനുള്ളൊരു കാരണം ഞാൻ പറയാം. ഈ അധ്യായത്തിൽ മാത്രമല്ല പത്രോസിനോട് ഉണർന്നിരിക്കാൻ പറഞ്ഞല്ലേ, യേശു ഗെത്സമനെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ വീണ്ടും പറയുന്നുണ്ട് ഉണർന്നിരിക്കണം. അപ്പോൾ കർത്താവിന് മനസ്സിലായ ഒരു കാര്യം ഞാൻ നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കാം. പത്രോസിന് എപ്പോഴും ചിന്ത എന്താണെന്നറിയോ? യേശു എൻ്റെ കൂടെ ഉണ്ടെന്നേ, അപ്പ എൻ്റെ കൂടെ ഉണ്ട്. നമ്മളുടെ ഇടയ്ക്കൊക്കെ ആ ചിന്ത വരാം, എന്താ പറയുക, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നേ, കണ്ടില്ലേ എനിക്ക് അപ്പം തന്നത്, 12 കൊട്ട എന്താ എക്സ്ട്രാ തന്നപ്പോഴും എനിക്ക് തന്നു വിട്ടു. എനിക്ക് ടാക്സ് അടയ്ക്കേണ്ട സമയത്ത് എനിക്ക് എന്ത് തന്നു? എനിക്ക് അടയ്ക്കാനുള്ളത് കർത്താവ് തന്നു. മറ്റാരെക്കൾപ്പം ഞാൻ പറയായിരുന്നു, അന്നത്തെ പത്രോസിന്റെ ചിലപ്പോൾ ഞായറാഴ്ചത്തെ പാട്ട് ഇതായിരിക്കും, കൂട്ടുകാരിൽ പരമായ എന്നിൽ ആനന്ദ തൈലം പകർന്നു. എന്തോ സാക്ഷ്യം പറയായിരുന്നു, കാരണം മറ്റാർക്കും കൊടുക്കാത്ത പോലെ എനിക്ക് എൻ്റെ ടാക്സ് കർത്താവ് അടച്ചു, കൂട്ടുകാരിൽ പരമായിട്ട് എന്നെ നടത്തി. ഇതൊക്കെയായിരിക്കും നമ്മൾ പറയുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ വന്ന എൻ്റെ അമ്മായിയമ്മ എന്ത് ചെയ്ത്? വേറെ ആരുടെയും വീട്ടിൽ പോയി ഇരിച്ചു, എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മായിയമ്മ ഹീലി. ഇതൊക്കെ പത്രോസ്. അപ്പൊ പത്രോസിന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, കർത്താവിന്റെ അടുത്തയാളാ ഞാൻ. അപ്പൊ കർത്താവ് പറഞ്ഞ വാക്ക്, എന്നെ ഈ വചനത്തിൽ പഠിപ്പിച്ച വാക്ക് ഞാൻ നിങ്ങളോട് അതുപോലെ തന്നെ അറിയാം. കർത്താവ് പറയും, മോളെ, അവൻ വിചാരിച്ചു ഞാൻ അവന്റെ കൂടെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ലെന്ന്, പക്ഷെ അവൻ എൻ്റെ കൂടെ ഇല്ലായിരുന്നു. ശരീരം കൊണ്ടുണ്ടായിരുന്നു, പക്ഷെ അവൻ എൻ്റെ കൂടെ ഇല്ലായിരുന്നു.
ഇന്ന് ദൈവം നിങ്ങളോട് ചോദിക്കാം, കർത്താവാണോ നിങ്ങളുടെ കൂടെ അതോ നിങ്ങളാണോ കർത്താവിന്റെ കൂടെ? ഇത് രണ്ടും രണ്ടാ കേട്ടോ. അർത്ഥം മനസ്സിലായോ? ഒന്നുകൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളാണോ കർത്താവിന്റെ കൂടെ അതോ കർത്താവാണോ നിങ്ങളുടെ കൂടെ? ഇതിലേതാ നിങ്ങളെ ധൈര്യത്തോടെ ആത്മീയ ജീവിതത്തിൽ നടത്തുന്നത്? ചില പറഞ്ഞില്ല, എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ട് സിസ്റ്റർ, എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ട്, എന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല. ഇത് ഞാനും ഒത്തിരി പറഞ്ഞിട്ടുണ്ടേ. പക്ഷെ കഴിഞ്ഞ ആഴ്ചയിൽ ഈ വചനം എന്നെ പഠിപ്പിച്ചപ്പോൾ കർത്താവ് എന്നോട് പറയാം, അക്സ ഇതുവരെ പറയാത്ത കാര്യം ഞാൻ നിന്നോടൊന്ന് ചോദിക്കാം. ഞാൻ നിന്റെ കൂടെയുണ്ട്, കാരണം ഞാൻ നിനക്ക് തന്ന പ്രോമിസ് ആണ്. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഉണ്ട്. ഞാൻ നിന്നെ ഒരു നാളും അനാഥയായി വിടുകയില്ല. അത് എന്റെ പ്രോമിസ്, അത് ഞാൻ മാറ്റത്തില്ല. പക്ഷെ ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ വചനഭാഗം ധ്യാനിച്ചപ്പോ കർത്താവ് എന്നോട് ചോദിക്കുക, പക്ഷെ നീ എന്റെ ഒപ്പം ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ കർത്താവ് എന്തോ ചോദ്യമാ, ഞാൻ കർത്താവിന്റെ കൂടെ ഉണ്ട്. എന്താ തെളിവ്? ശുശ്രൂഷിക്കുന്ന കണ്ടില്ലേ, പ്രസംഗിക്കുന്ന കണ്ടില്ലേ, ഞാൻ അപ്പനെ കുറിച്ച് മാത്രം പ്രസംഗിക്കുന്നത്. ജോലി വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിയത് കണ്ടില്ലേ? അപ്പൊ കർത്താവ് പറയാ, ഇതൊക്കെയും പത്രോസ് ചെയ്തായിരുന്നു മോളെ, ഇതെല്ലാം പത്രോസും ചെയ്തായിരുന്നു. മനസ്സിലായി? ചില സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ വരുന്ന അനുഗ്രഹങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് ആർക്കും കൊടുക്കാത്ത കർത്താവ് എനിക്ക് തന്നു, അല്ലേ? പത്രോസിന് എപ്പോഴും ആ അഹങ്കാരം ഉള്ളിലുണ്ടായിരുന്നു. എന്നാ ഇവർക്ക് ആർക്കും കൊടുക്കാത്ത എനിക്ക് തന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ക്ഷമയെക്കുറിച്ച് പഠിപ്പിച്ചപ്പം എന്നെ കൊണ്ട് കർത്താവ് ഡയറി എടുത്ത് എഴുതിപ്പിച്ച ഒരു 14 കൂട്ടം കാര്യമുണ്ട് പത്രോസിന് മാത്രം ദൈവം ചെയ്തത്. 12 ശിഷ്യന്മാരി പത്രോസ് മാത്രമേ ഈ ലോകത്ത് യേശു കഴിഞ്ഞ് വെള്ളത്തിന്റെ മേളിൽ നടന്നിട്ടുള്ളൂ. അങ്ങനെ നോക്കി ഒത്തിരി കാര്യമുണ്ട് പത്രോസിനെ കൊണ്ട് മാത്രം ദൈവം ചെയ്യിപ്പിച്ചത്, പത്രോസിന് വേണ്ടി മാത്രം ദൈവം ചെയ്തത്, പത്രോസിന് വേണ്ടി മാത്രം ലോകത്ത് ചെയ്തൊരു കാര്യമാണ് ഒരു മീനിന്റെ വായിക്കകത്ത് ടാക്സ് അടയ്ക്കാനുള്ള പൈസ വെച്ചത്. അപ്പൊ പത്രോസ് എപ്പോഴും പറയുന്നത് ഉണർന്ന് പ്രാർത്ഥിക്കുക. അപ്പം യാക്കോ പറയാം, എടാ കർത്താവ് പറഞ്ഞില്ല ഉണർന്ന് പ്രാർത്ഥിക്കുക. പത്രോസ്, നീ അവിടെ അടങ്ങിക്കണേ, കർത്താവ് ഉണ്ടല്ലോ നമ്മുടെ കൂടെ, കർത്താവ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന നമുക്കും കൂടെ ഉള്ള പ്രാർത്ഥനയാണ്. തെറ്റിദ്ധരിക്കുവേ, നമ്മൾ അറിയാതെ തെറ്റിദ്ധരിക്കുവേ. എന്നാന്ന് പറയാം, ഗെത്സമനയിലെ പ്രാർത്ഥന നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. യേശു പോയിരുന്ന് പ്രാർത്ഥിക്കുവോ? എന്തോ പ്രാർത്ഥിക്കുന്നേ? കർത്താവേ, അല്ലെ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, അല്ലേ? യേശു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ യേശു നോക്കുമ്പോൾ പത്രോസിനോട് പറഞ്ഞു, നീ ഉണർന്ന് പ്രാർത്ഥിക്കണേ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം എന്നാ പറഞ്ഞത്. ഇനി അതിന്റെ ദൂതും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ചിലരോട് ദൈവാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്ന ഈ ദൂത് ഞാൻ പറഞ്ഞില്ല, പരിശുദ്ധം ഇങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോഴാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. പരീക്ഷ മാറാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, പരീക്ഷ മാറത്തില്ല. എന്നോട് കർത്താവ് അത് പറയാൻ പറയുന്നു. നമ്മൾ ചെയ്യുന്ന തിരിച്ച പരീക്ഷ മാറ്റണേ, പരീക്ഷ മാറ്റണേ. ഞാൻ അതിന് പറയുന്ന ഒരു എക്സാമ്പിളാണ്. ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന, കർത്താവെ പരീക്ഷയൊന്ന് മാറ്റി വെക്കണേ. ഇന്ന് നിങ്ങളുടെ പിള്ളേർ പ്രാർത്ഥിക്കാറില്ലേ, അമ്മേ നാളെ സ്കൂളുണ്ടോ? ഓ സ്കൂളില്ലായിരുന്നു, നന്നായിരുന്നു, സ്കൂൾ തുറന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ, എന്നാലും പിള്ളേരുടെ ആഗ്രഹം പറയും സ്കൂളിൽ പോകാൻ പറ്റത്തില്ല, അല്ലേ? പറയും അമ്മേ വാർത്തയൊന്ന് നോക്കി, സ്കൂൾ അടയ്ക്കുമോ നാളെ, മഴയാണ്, സ്കൂൾ അടച്ചോ നോക്കി. പരീക്ഷ വരുമ്പോൾ പറയും മമ്മി ഒന്ന് പ്രാർത്ഥിക്കാമോ, പരീക്ഷ ഒന്ന് മാറ്റി വെക്കാൻ പ്രാർത്ഥിക്കാവോ? കാരണം എന്നെ ഏൽപ്പിച്ചത് ചെയ്തില്ല, പഠിച്ചില്ല. പഠിച്ച പിള്ളേർക്ക് എന്ത് വരും? നന്നായിട്ട് പഠിച്ച പിള്ളേർക്ക് പരീക്ഷ വരാൻ പേടിയില്ല, അവർ പരീക്ഷ എഴുതും. പക്ഷെ പഠിക്കാതെ ഉഴപ്പി നടന്നവർ എന്ത് പറയും, മമ്മി ഒന്ന് പ്രാർത്ഥിച്ച്, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ച് പരീക്ഷ മാറ്റി വെക്കാൻ. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുള്ളത്, നഴ്സിങ്ങിനൊക്കെ എന്തോരം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പരീക്ഷ ഒന്ന് മാറ്റി വെക്കാൻ. ഒരു ദിവസമൊക്കെ മാറ്റി വെക്കാൻ ഭയങ്കര സന്തോഷം. എൻ്റെ യേശുവിനോട് ഭയങ്കര സ്നേഹം, കർത്താവേ താങ്ക് യു പരീക്ഷ മാറ്റി വെച്ചത്. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എത്ര നാൾ പരീക്ഷ മാറ്റി വെച്ചു? എന്നോട് ചോദിച്ചു. നഴ്സിങ്ങിന് പരീക്ഷ മാറ്റി വെക്കാൻ പ്രാർത്ഥിച്ചപ്പോൾ കൂടിപ്പോയ ഒരാഴ്ച മാറ്റി വെച്ചു, മാക്സിമം പോയി ഒരു മാസത്തേക്കിന് മാറ്റി വെച്ചു. പക്ഷെ പരീക്ഷ വന്നു. പരീക്ഷ എന്നേക്കുമായിട്ട് കർത്താവ് മാറ്റിയില്ല, ഒരു ഇളവ് തന്നു. പക്ഷെ കർത്താവ് പറഞ്ഞു പരീക്ഷ എഴുതിയേ പറ്റൂ. ഇതുപോലെ നമ്മുടെ ചിലവരങ്ങനെ ഏറ്റവും കൂടുതൽ ഇന്ന് ആത്മീയകോളം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് പറയും, കർത്താവ് പരീക്ഷ ഒന്നും എനിക്ക് തരില്ലേ, ആണോ? പക്ഷെ കർത്താവ് പറയും പരീക്ഷ മാറ്റത്തില്ല. ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പരീക്ഷ മാറ്റത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. പരീക്ഷ മാറ്റത്തില്ല, പക്ഷെ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ, അതിനകത്ത് വീണ് പോകാതിരിക്കാനുള്ള കൃപ നിങ്ങൾ എന്നോട് ചോദിക്കണം. പക്ഷെ നമ്മുടെ പ്രാർത്ഥന സ്റ്റൈൽ ഇന്ന് മാറ്റണമെന്ന്. കർത്താവ് ഈ പ്രശ്നം മാറ്റണമെന്നല്ല, കർത്താവ് ഈ പരീക്ഷയിൽ, ഈ പ്രശ്നത്തിൽ പുറത്തു വരുവാനുള്ള കൃപ, ഈ പരീക്ഷണത്തിൽ, ഈ പരീക്ഷയിൽ ഞാൻ പെട്ടുപോകാതിരിക്കുവാൻ, ഈ പരീക്ഷയിൽ നിലനിൽക്കുവാൻ, ഈ പരീക്ഷ എഴുതി ജയിച്ച് പുറത്തു വരുവാനുള്ള കൃപ എനിക്ക് തരണേന്നാ പ്രാർത്ഥിക്കേണ്ടത്, ഇല്ലേ? പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താ? അതാണ് കർത്താവ് പൗലോസിനോടും പറഞ്ഞു, മോനെ പരീക്ഷ മാറ്റത്തില്ല,
പക്ഷെ പരീക്ഷ എഴുതാനുള്ള കൃപ തരാം. ഞാനും അപ്പൊ ചിന്തിച്ചു, കർത്താവ് പരീക്ഷ മാറ്റണേ എന്നുള്ള പ്രാർത്ഥന മാറ്റി വെച്ചിട്ട്, കർത്താവ് നാളെ ക്വസ്റ്റ്യൻ പേപ്പർ തരാൻ പോകും. എന്തൊക്കെ ക്വസ്റ്റ്യനാന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ കർത്താവ് പരീക്ഷ അനുവദിക്കുന്നത്? നീ അതും കൂടെ പറയാം. ചിലപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾ ഒത്തിരി വചനം കേട്ടിട്ടുണ്ടാവും. എൻ്റെ ജീവിതത്തിലുണ്ട് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ എല്ലാ വർഷവും, ഇനി ഇങ്ങനെ അറിയത്തില്ല അടുത്ത പരീക്ഷ എപ്പോഴെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കൃപയ്ക്ക് വേണ്ടി ഇപ്പോഴേ. കാരണം എൻ്റെ ലൈഫിൽ ശുശ്രൂഷയിൽ എപ്പോഴും അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു വർഷം നന്നായിട്ട് പ്രാർത്ഥിച്ച് പ്രസംഗിച്ച് ഇങ്ങനെ ശുശ്രൂഷ നന്നായിട്ട് ഒത്തിരി മെസ്സേജുകൾ ദൈവം എനിക്ക് ആ സമയത്ത് തരും. എപ്പോഴാണ് മെസ്സേജ് തരുന്നതെന്നറിയോ? കഷ്ടതയിൽ, പരീക്ഷയിൽ ആയിരിക്കുമ്പോഴാണ് ദൂത് തരുന്നത്. ഒറ്റപ്പെടല്ല. ചിലപ്പോൾ ഒത്തിരി പഴിയും ദുഷിയും നിന്ദയും, ചിലപ്പോൾ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പറയുക, നമ്മളെ കുത്തി മുറിവേൽപ്പിക്കുക, അല്ലെ? പല രീതിയിലുള്ള പരീക്ഷകൾ നമ്മൾക്ക് കടന്നു വരാം. നമ്മുടെ വീട്ടിലൊക്കെ എല്ലാ രീതിയിലും നമുക്ക് പരീക്ഷകൾ, രോഗമായിട്ടായിരിക്കാം. ഞാൻ പറഞ്ഞേ, റീസെന്റ് ഞാൻ അനുഭവിച്ചതാണ്. എൻ്റെ മൂന്നാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ ഞാൻ കടന്നു പോയത്. അതെനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ എങ്ങനെ അതിനകത്തൊന്ന് പുറത്തു വന്ന് ഞാൻ ചിന്തിക്കും. കാരണം ഞാൻ അനുഭവിച്ചത്, എനിക്ക് തോന്നി ഈ ഇപ്പോൾ കേൾക്കുന്ന ജീസസിനോട് മാത്രം ഞാൻ പേഴ്സണലി പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത്ര ഞാൻ ഒരു ടൈറ്റ് സിറ്റുവേഷനിൽ പെടാം. കർത്താവ് അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവ് വിടുതൽ തരത്തില്ല, കൃപ തരാമെന്ന്. അന്നാണ് എനിക്ക് ഈ വാക്യമൊക്കെ പഠിപ്പിക്കുന്നത്. പരീക്ഷ, കർത്താവ് പറഞ്ഞില്ല, ഈ പരീക്ഷ ഞാൻ നിനക്ക് അനുവദിച്ചതാണ്. എന്തിനെന്നറിയോ? എന്റെ കുറവ് എന്നെ ഒത്തിരി കാണിച്ചത്. നമ്മൾ ഭയങ്കര ഓട്ടമല്ലേ പല കാര്യത്തിനും, ശുശ്രൂഷയിലും പല കാര്യം. കർത്താവ് പറയില്ല, ഈ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ നിനക്ക് ഒത്തിരി തെറ്റുകൾ വന്നു, അത് ഞാൻ നിന്നെ ഒന്ന് കാണിച്ചു തരാൻ പോകും. ഓട്ടത്തിന്റെ ധൃതി നിനക്ക് കേൾക്കാൻ സമയമില്ല, അതുകൊണ്ട് ഇരുത്തി പഠിപ്പിക്കാൻ പോവാം. ആ ഇരുത്തലിൽ എന്നെ ഒത്തിരി തിരുത്തി. 2, ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിനക്ക് കൈമാറാനുണ്ട് ദൂതായിട്ട്, അതെനിക്ക് കൈമാറി. ഇപ്പം ഈ ദിവസങ്ങളെല്ലാം പോകുന്ന അന്ന് പഠിപ്പിച്ചതാകട്ടോ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം ഫേസ് ചെയ്യുന്ന ചില ചലഞ്ചസിന്റെ മുമ്പിൽ എന്നെ പഠിപ്പിച്ചത് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനിയും കേൾക്കണം. പരീക്ഷ മാറ്റിയില്ല, പക്ഷെ കൃപ തന്നു. നമ്മൾ ഈ പഠിച്ച വചനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വചനം കേൾക്കുന്നുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി. ഇന്ന് നിങ്ങൾ എത്ര യൂട്യൂബിൽ വചനം കേട്ടു? കറിക്കരിയാൻ നേരത്ത്, തുണി കഴുകാൻ നേരത്ത്, തുണി മടക്കി വെക്കാൻ നേരത്തൊക്കെ മെസ്സേജാ. ഇപ്പൊ യൂട്യൂബ് ഉള്ളതുകൊണ്ട് ഏത് മെസ്സേജും കേൾക്കാം. ഈ കേട്ട മെസ്സേജ് ചോദ്യം ഇതാ, ഈ കേൾക്കുന്നൊക്കെ നമ്മൾ അനുസരിക്കുന്നുണ്ടോ? അത് ഇല്ല സിസ്റ്ററെ. കേൾക്കാൻ നല്ല മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി കേൾക്കുന്ന കേട്ടോ. പക്ഷെ കർത്താവ് ഒരു ദിവസം ഒരു കാര്യം ചെയ്യും. ഇതെല്ലാം ഇൻഫർമേഷൻ അല്ലേ, അറിവുകളല്ലേ വചനത്തിൽ നിന്ന് കിട്ടുന്നത്. ഒരു ദിവസം ഒരു പരീക്ഷ അനുവദിക്കും. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് മിനിഞ്ഞാന്നല്ല, എൻ്റെ സിസ്റ്റർ, എൻ്റെ രണ്ടാമത്തെ എന്തവാ ഒരാഴ്ച എൻ്റെ അനിയത്തിയെ വിളിച്ച് പറഞ്ഞ അനുഭവസാക്ഷി. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ വന്ന് ഈ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് ഉണ്ടായ അനുഭവം. ഈ ആന്റി അന്ന് പകല് ഈ ടെസ്റ്റിമണി കേൾക്കുകയായിരുന്നു. എന്തുവാ? എൻ്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് ഉണ്ടായ ടെസ്റ്റിമണി ഞാൻ വചനത്തിൽ കൂടെ പറയും. പരിശുദ്ധാത്മാവിന്റെ ശക്തി ആരാധിച്ചപ്പോൾ കിട്ടിയ വിടുതല്. ഈ സിസ്റ്റർ ഈ മെസ്സേജ് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കേട്ടോണ്ടിരിക്കുമ്പോൾ സിസ്റ്ററുടെ ഹസ്ബൻഡ് ബാത്റൂമിൽ അസ്വസ്ഥനായി. പെട്ടെന്ന് വിളിക്കുക. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, പുള്ളിക്കാരിക്ക് അസ്വസ്ഥത തോന്നി. മെസ്സേജ് കേൾക്കാനും സമ്മതിക്കത്തില്ലല്ലോ, ചായ വിളിച്ചോടിയിരിക്കുന്നു. മെസ്സേജ് ഒന്ന് പോസ് ചെയ്തിട്ട് ഓടിപ്പോയി ബാത്റൂമിൽ ചെല്ലുമ്പോൾ പുള്ളിക്ക് സ്ട്രോക്ക് പോലെ വന്നുകൊണ്ടിരിക്കും. ഒരു വശം തളർന്ന് ബാത്റൂമില്. പുള്ളിക്കാരി പെട്ടെന്ന് വെപ്രാളപ്പെട്ട് ഹസ്ബൻഡിനെ എടുത്ത്, എൻ്റെ ജീവിതത്തിൽ വന്ന അതേ കാര്യം വലിച്ചോണ്ട് വന്ന് കട്ടിലേൽ കിടത്തി. പുള്ളിക്കാരിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വിളി ചോദിച്ചെന്ന്, നീ ഇപ്പൊ കേട്ടോണ്ടിരുന്ന എന്നതാ. പുള്ളിക്കാരി ആ ദൂരം അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അത് ഭയങ്കരമായിട്ട് എന്നെ എൻകറേജ് ചെയ്ത്, എന്നെ ഒന്നും കൂടെ ഒന്ന് എൻകറേജ് ചെയ്യുക. പരിശുദ്ധാത്മാവ് നീ ഇപ്പൊ എന്താ കേട്ടോണ്ടിരുന്ന എന്നതാ. ഒരാൾക്ക് സ്ട്രോക്ക് വന്നു, ദൈവശബ്ദം കേൾപ്പിക്കുക, എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിനക്ക് ഉത്തരം വരളാം, നീ പ്രാർത്ഥിക്കെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ഉടനെ സ്വർഗത്തിലേക്ക് കൈ ഉയർത്തി പറഞ്ഞു, കർത്താവേ, അന്ന് അക്സയുടെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നപ്പോൾ അക്സയുടെ മേൽ പകർന്ന അതേ കൃപയാ ദൈവമേ നീ എൻ്റെ പേരും പകർന്നിരിക്കുന്നത്, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് പുള്ളിക്കാരി അന്യഭാഷ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആന്റി പറഞ്ഞ ടെസ്റ്റിമണി ഇതാ, അന്യഭാഷ പ്രാർത്ഥിച്ച് കണ്ണു തുറന്നപ്പോൾ ഹസ്ബൻഡിന് ഹീലിംഗ് നടന്നു. നിങ്ങളൊന്ന് ഓർത്തേ. അപ്പൊ എന്തിനാ സാക്ഷ്യവും പ്രസംഗവും നേരത്തെ കേൾപ്പിച്ചത്? നമ്മളാണെ പറയാം, ഒരു പ്രസംഗം കേട്ടു, കർത്താവ് പറയും ഇൻഫോർമേഷൻ കേട്ടു, ഇനി അത് പ്രാക്ടിക്കൽ ഉണ്ട്, അത് നീ ചെയ്യുവോ, നീ നിലനിൽക്കുവോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യുക. ദൈവമക്കളെ, നിങ്ങൾ പത്രോസിനെ നോക്കി, പത്രോസ് മെസ്സേജ് കേട്ടതുപോലെ ആരെങ്കിലും മെസ്സേജ് കേട്ടിട്ടുണ്ടോ? പത്രോസ് യേശുവിനെ തിരിച്ചറിഞ്ഞ പോലെ കൂടെയുള്ള ആരെങ്കിലും യേശുവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? യാക്കോബും യോഹന്നാനും പത്രോസും അല്ലാതെ. കർത്താവിന്റെ
രൂപമാറ്റം. കർത്താവ് മറുരൂപമലയിൽ തേജോമനായി നിൽക്കുന്നത് പോലും കണ്ടതാ. ഇത് കർത്താവാന്ന് 100% പത്രോസിന് പറയാൻ പറ്റും. പക്ഷെ പത്രോസെ, ഒരു വേലക്കാരി ചോദിച്ചപ്പോ നിനക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റിയില്ല? യെസ്, അത് മശിഹായാണ്. ഹല്ലേലൂയ. യേശുവിനോട് അവൻ പറഞ്ഞ അതേ വെളിപ്പാട് എന്തുകൊണ്ട് തുറന്നു പറഞ്ഞില്ല? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? ആൻസർ പറയാം. പരീക്ഷ വന്നപ്പോൾ പരീക്ഷയാണെന്നും ഇതിനെ ജയിക്കണമെന്നുമുള്ള ഉറപ്പും ഒരുക്കവും അവൻ ഇല്ലാണ്ടായിപ്പോയി. യേശുവിന്റെ കൂടെയാണെന്നുള്ള ചിന്ത വന്നു. അതായത് യേശു കൂടെ ഉണ്ടെന്നുള്ള ചിന്ത വന്നു. യേശു ഇതിനെ ഡീൽ ചെയ്തു. എവിടെയും പത്രോസേ, നീ പെടുമ്പോ യേശു അല്ലേ നിന്നെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ വിഷയത്തിൽ രക്ഷപ്പെടുത്താൻ കർത്താവുണ്ട് കൂടെ എന്ന് വിചാരിച്ചു. പക്ഷെ എന്താ സംഭവിച്ചത്? യേശുവിനെ അല്പനേരത്തേക്കിന് പിടിച്ചു കെട്ടി മാറ്റി വെച്ചപ്പോൾ ഇവൻ ഒറ്റപ്പെട്ടു. ചില സിറ്റുവേഷന് ദൈവം കൊണ്ട് ഇടും കേട്ടോ. ഒറ്റയ്ക്ക് പണിയും. ആ ഒറ്റപ്പെടുത്തലിൽ അറിയുന്നത് ഇത്രയും നാളും വിശ്വാസി എന്ന് പറഞ്ഞ പേരിൽ ശരിക്കും എന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടോ എന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ പല മൂമെന്റ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്രസംഗിക്കുമ്പോൾ തുറന്നു പറയുന്ന ഒരാളാണ്. ഞാൻ പണ്ടൊക്കെ പാടുമായിരുന്നു, കർത്താവെ, മറ്റാരേക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എൻ ജീവനേക്കാൾ വലിയതാണ് അങ്ങ് എനിക്ക്. ഞാൻ ഇപ്പോഴതൊന്നും പാടാറില്ല. എന്നെ കാര്യം എന്നറിയോ? പല സന്ദർഭങ്ങളിൽ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്റെ ജീവനായി എനിക്ക് വലുത്. അതെന്നാ തിരിച്ചറിഞ്ഞു? എന്റെ 3ാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഓക്സിജൻ കിട്ടാതെ സ്ട്രഗിൾ ചെയ്തപ്പം കർത്താവിനോട് പറയാ, ഓക്സിജൻ തരുന്നില്ല, കൃപ തരാമെന്ന്. അപ്പൊ ഞാൻ പറയാം, കൃപ വേണ്ട, ഓക്സിജൻ മതി. അന്നാണ് എനിക്ക് മനസ്സിലായത്. അതിനു മുമ്പ് ഭയങ്കര പ്രസംഗമാണ് യൂട്യൂബിൽ വന്ന്, എന്തുവാ മക്കളെ, ദൈവകൃപ മതി നമുക്ക് നിൽക്കാൻ. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ പ്രസംഗിച്ച് ഞാൻ നിനക്കൊന്ന് തരാം. എന്തുവാ? കഷ്ടതയൊന്ന് തന്നു നോക്കാം. ഈ പ്രസംഗിക്കുന്നത് എളുപ്പമാണെന്ന് ആരും ചിന്തിക്കരുത്. നമ്മൾ എന്ത് പ്രസംഗിക്കുന്നോ അത് ജീവിതത്തിൽ ടെസ്റ്റായിട്ട് വരും. ടെസ്റ്റായിട്ട് വരും. ഞാനെന്നും ഓർക്കുന്നുണ്ട്, ഞാൻ 2024 എൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രഗ്നന്റ് ആവുന്ന സമയത്ത്, പ്രഗ്നൻസി മെയ്യിലാണെങ്കിൽ ഞാൻ ആ ഫെബ്രുവരിയിൽ ന്യൂയോർക്കിൽ പോയി പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്. 3 അമ്മമാരെ കുറിച്ച്. തൻ്റെ പ്രഗ്നൻസിയിൽ അവർ വേർതിരിഞ്ഞു, ഒളിപ്പിച്ചു വെച്ചു, കുഞ്ഞു പുറത്ത് വന്ന് ഒളിപ്പിച്ചു വെച്ചു. എന്തോ പ്രസംഗമായിരുന്നു. ഞാൻ തന്നെ എന്റെ കഷ്ടതയിൽ ആ പ്രസംഗം കേട്ടിട്ട് ഓർത്തു, എന്തിനാ ഇത്രയും വലിയ പ്രസംഗമൊക്കെ പ്രസംഗിച്ചത്, ഇപ്പൊ കണ്ടില്ലേ കരീഷ. മനസ്സിലായോ? എന്നാ പ്രസംഗമായിരുന്നു. മറിയ ഒളിച്ചിരുന്നു, എലിസബത്ത് ഒളിച്ചിരുന്നു, ഒളിപ്പിച്ചു വെച്ചു. എലിസബത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാ, പാടായ പ്രഗ്നൻസി ആയിരുന്നു, മറിയയുടെ ഏർലി സ്റ്റേജ് ആണ്, ഇതൊക്കെ പറഞ്ഞു. കർത്താവ് പറയും, ഈ ഫേസിൽ കൂടെ എല്ലാം ഞാൻ നിന്നെ ഒന്ന് കടത്തിവിടാൻ പോവാ. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്താണോ പ്രസംഗിച്ചത് അതെന്റെ ജീവിതത്തിൽ പരീക്ഷയായി വന്നു. എന്തുവാ? ആദ്യത്തെ 3 മാസം മറിയയുടെ കൂടെ ആരുണ്ടായിരുന്നു? എലിസബത്ത് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ മമ്മി ഉണ്ടായിരുന്നു. കറക്റ്റ് 3 മാസം. എലിസബത്ത് ആരാ? കാത്തിരുന്ന് വാക്തത്വം പ്രാപിച്ചയാള്. ഭയങ്കര ഉറപ്പായിരുന്നു. മമ്മി ഫ്ലൈറ്റ് കയറി ഇന്ത്യയിൽ എത്തിയപ്പോ എനിക്ക് ഇവിടെ ശ്വാസം മുട്ടൽ തുടങ്ങി. അതായത് ഇനിയുള്ള സ്റ്റേജ് നീ ഒറ്റയ്ക്കാ. അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ നീ എന്താ പറയാൻ പോകുന്നത്? അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ ജീവനേക്കാൾ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നില്ലെന്ന്. ഈ പാട്ടൊക്കെ പാടുമ്പോഴേ ശരിക്കും അർത്ഥം ഒന്ന് മനസ്സിലാക്കി പാടണേ. പാട്ട് പാടുന്ന എന്താ? എൻ ജീവനേ കാളും നീ വലിയതാണ് എനിക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഒരു ക്യാൻസറിന്റെ റിപ്പോർട്ട് വരുന്നത്. അയ്യോ കർത്താവേ, എനിക്ക് ജീവിക്കണം. കർത്താവ് പറയില്ല, മോളെ നിന്റെ സമയം എങ്കിൽ പോരും. അയ്യോ ഇപ്പൊ വിളിക്കല്ലേ എന്നെ, ഇപ്പൊ വിളിക്കല്ലേ, എനിക്ക് ജീവിക്കണം. അപ്പൊ കർത്താവ് പാടിയതോ? എന്റെ ജീവിതത്തിൽ അന്നാണ് ഞാൻ യേശുപ്പച്ചനോട് തുറന്നു പറഞ്ഞൊരു എന്റെ പ്രാർത്ഥനയിൽ ഞാൻ അലറി പറഞ്ഞൊരു കാര്യമുണ്ട്. യേശുപ്പാ, എന്റെ ജീവനേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നില്ല. എനിക്കിപ്പോ വേണ്ടത് ഓക്സിജനാ. എനിക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുകയാ. എന്റെ മക്കളെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നില്ല. അന്ന് എന്നെ കർത്താവ് പറഞ്ഞു, മോളെ ഞാൻ നിന്നെ അല്പം ഒന്ന് താഴ്ത്തി. എന്തിനാ? നിന്റെ ഹൃദയത്തിൽ എന്തായിരിക്കുന്നെന്നറിയാൻ. പ്രസംഗിക്കാൻ എളുപ്പമാണ് കേട്ടോ, പ്രസംഗിക്കാൻ എളുപ്പം. ഞാൻ ഏത് മെസ്സേജ് എവിടെ കൊടുത്തു കഴിയുമ്പോഴും എനിക്ക് ആ പ്രസംഗം എൻ്റെ ജീവിതത്തിൽ ടെസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് വരെ ടെസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? കർത്താവ് പറയും, നീ പ്രസംഗിച്ചു, ഞാൻ നിന്നെ ഏൽപ്പിച്ചത് നീ ചെയ്തു, ഇനി നിന്നിൽ അതുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോടെല്ലാം പറയുക, അധികം കേൾക്കുന്നവർക്ക് അധികം ശിക്ഷ കിട്ടും. എന്താ വെച്ചാൽ അർത്ഥം എന്താ? വിശ്വാസം കേൾക്കുന്നുണ്ട്,
വേർപാട് കേൾക്കുന്നുണ്ട്, ജീവിക്കേണ്ടത് എങ്ങനെയാന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ ചെയ്തില്ലെങ്കിൽ അത് കർത്താവ് റിമൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? നീ ചെയ്യുന്നില്ലെന്ന് തിരിച്ചറിയിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ജീവിതത്തിന് നേരെ പരിശോധനയില്ല. ഇനി പത്രോസെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഏതാ? 13-ാം അധ്യായത്തിൽ. മർക്കോസ് എഴുതുമ്പോൾ 13-ാം അധ്യായത്തിൽ കർത്താവ് എല്ലാം വിശദമായിട്ട് പറയുക. എന്റെ നാമത്തിൽ വരും, നിങ്ങളെ തെറ്റിക്കാൻ കള്ളപ്രവാചകന്മാര് വരും. പക്ഷെ നിങ്ങളെ തന്നെ സൂക്ഷിക്കണേ, നിങ്ങളെ തന്നെ സൂക്ഷിക്കണേ, നിങ്ങളെ തന്നെ സൂക്ഷിക്കണേ. പത്രോസ് ശരി കർത്താവെ, സൂക്ഷിക്കണം. പിന്നെ ഈ ദൂത് ഇപ്പൊ കേട്ടോണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇനി തൊട്ട് ഞാൻ സൂക്ഷിക്കും, ബൈബിളിൽ എഴുതി വെക്കാൻ പോകും, സൂക്ഷിക്കണം, ഒക്കെ ചെയ്യും. പക്ഷെ എന്താ പറ്റുന്നത്? നമ്മളപ്പോ പറയും, ഇല്ല കർത്താവ് ഉണ്ടല്ലോ എന്റെ കൂടെ, ഞാൻ വീഴത്തില്ല. കർത്താവ് കൂടെ ഉള്ളപ്പോൾ തന്നെ ഞാനും കർത്താവിന്റെ ഒപ്പം വേണം. അതാണ് ക്രിസ്തീയ ജീവിതം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതെന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് പഠിപ്പിച്ചൊരു വലിയ വലിയ അർത്ഥമാ, ആത്മീക അർത്ഥമാ, വെളിപ്പാടാ. ഞാൻ പറയുക, കർത്താവ് കൂടെയുണ്ട്, ഞാൻ കർത്താവിന്റെ കൂടെയാണോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് പഠിപ്പിച്ച ഒരു ഇൻസിഡന്റ് പറയട്ടെ. എൻ്റെ മോള്, അവളിങ്ങനെ ഒരു ദിവസം അവിടെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവേ. അപ്പൊ ഒരു ദിവസം അവൾ എന്നോട് ഇങ്ങനെ പറയുക, കാര്യങ്ങളൊക്കെ പറയുക. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫോണില് ഇങ്ങനെ വാട്സപ്പിൽ എനിക്ക് ആൾക്കാർ അയച്ച മെസ്സേജുകൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ, അതിങ്ങനെ ഇത് ചെയ്ത് ഞാനിങ്ങനെ, അപ്പൊ എൻ്റെ അടുത്തിരുന്ന ആള് ഭയങ്കര പറഞ്ഞു, മമ്മി കേൾക്കുന്നുണ്ടോ? മമ്മി ഉണ്ടോ? ഞാൻ പറഞ്ഞു, പിന്നെ ഞാനല്ലേ നിന്റെ അടുത്തിരിക്കുന്നേ. പറഞ്ഞു കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഞാനിങ്ങനെ മെസ്സേജ് കേൾക്കാം, വോയിസ് ഇടുന്നു, അല്ലെങ്കിൽ അത് കേൾക്കുന്നു, ഞാൻ റിപ്ലൈ അയക്കുന്നു. അപ്പൊ കൊച്ചു പിന്നെയും ചോദിച്ചു, മമ്മി ഞാൻ പറഞ്ഞല്ല മമ്മി കേട്ടോ? പിന്നെ കേട്ട് ഞാൻ, മമ്മി ഇവിടെ ഉണ്ടല്ലോ. വൈകുന്നേരം ആയപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, മമ്മി അപ്പൊ നമ്മൾ പോവല്ലേ? ചോദിച്ചു എവിടെ? മമ്മിയോട് ഞാൻ പറഞ്ഞു കേട്ടില്ലായിരുന്നു. എന്തോ പറഞ്ഞ നീ? ലൈബ്രറി പോകുന്ന കാര്യം. ഓ, ഞാനപ്പോ എന്നാ പറഞ്ഞേ? നമുക്ക് പോവാന്ന് പറഞ്ഞു. ഞാൻ പോലും അറിയാതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ കൊച്ചു നോക്കിയപ്പോൾ എൻ്റെ ശരീരം അവിടെ ഉണ്ട്, ഞാൻ നോക്കിയപ്പോഴും എൻ്റെ ശരീരം കൂടെയുണ്ട്, മോടെ കൂടെ. അപ്പൊ എൻ്റെ വിചാരണ, ഞാൻ മോടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക, അവള് പറയുന്നെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്, ഈ ചെവി കൊണ്ട് കേട്ട് കാണും, പക്ഷെ അകത്തോട്ട് പോയില്ലായിരുന്നു. അപ്പൊ മോൾ എന്നോട് പറയും, മമ്മി പിന്നെ എന്തിനാ തലയാട്ടിട്ട്, മമ്മി പിന്നെ എന്തിനാ യെസ് എന്ന് പറഞ്ഞത്? അന്നാ എനിക്ക് മനസ്സിലായത്, അവൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, ഞാൻ അവളുടെ ഒപ്പം ഇല്ലായിരുന്നു. അർത്ഥം മനസ്സിലായി? ഏത് ഒപ്പം ഇല്ലെന്നാ? ശരീരം കൊണ്ടുണ്ടായിരുന്നു, മനസ്സുകൊണ്ടില്ലായിരുന്നു. ഇപ്പൊ ഈ പറയുന്ന ശിഷ്യന്മാരുടെ അവസ്ഥ എന്നു പറയാം. ഇവരൊന്നെങ്കിൽ ക്ഷീണിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ കർത്താവ് ഈ ക്ലാസ് നിർത്തുന്നില്ല. കർത്താവ് ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഇവരോട് പറയും, മക്കളെ യുദ്ധങ്ങൾ വരും കേട്ടോ, ശ്രുതികൾ വരും കേട്ടോ, നിങ്ങളെ ചിലപ്പോൾ രാജാക്കന്മാർ പിടിക്കും കേട്ടോ, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളെ തന്നെ സൂക്ഷിക്കണം, നിങ്ങൾ മറ്റുള്ള കൂടെയുള്ളവരെ സൂക്ഷിക്കണം, ഇതിങ്ങനെ സൂക്ഷിക്കണം പറയാൻ പത്രോസ് ഇത് ഒത്തിരി കേട്ടതാ. പിന്നെ എനിക്കറിയാന്നേ, ഇതെല്ലാം എനിക്കറിയാം യേശുവേ, ആര് തള്ളി പറഞ്ഞാലും ഞാൻ പറയുമോ? എനിക്ക് അങ്ങേ ഇഷ്ടമല്ലേ? യേശുവിനറിയാം ഇവന്റെ ഹൃദയം യേശുവിന്റെ കൂടെ ഇല്ലെന്ന്. ശരീരേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ഗത്സമനെ കൊണ്ടുപോകുമ്പോഴും യേശുവിനറിയാം ശരീരം കൊണ്ട് ഇവൻ യേശുവിനെ അനുസരിച്ചു. എന്തോ അനുസരിച്ചത്? വിളിച്ചോടനെ കർത്താവിന്റെ കൂടെ പോയില്ലേ? നമ്മൾ പത്രോസി കാണുന്ന ഭയങ്കര അനുസരണമാണ്. ഗത്സമനിൽ രാത്രിയുടെ യാമങ്ങളിൽ യേശു പ്രാർത്ഥിക്കുമ്പോഴും പത്രോസ് കൂടെ ഉണ്ടെന്ന്. എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു പോയോ? ഇല്ല, അനുസരണയുള്ള പത്രോസ്. പക്ഷെ ശരീരം മാത്രമേ പത്രോസിന്റെ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു, മനസ്സില്ല. എന്താ അതിന്റെ അർത്ഥം എന്ന് ഞാനൊന്ന് പറഞ്ഞു, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. യേശു ഗത്സമനയിൽ മാറിപ്പോയിരുന്ന് കരയുക, അല്ലേ? വേർപ്പുതുള്ളി രക്തത്തുള്ളിയായി മാറുക. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാ, നിങ്ങൾ ഉറങ്ങുക, നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും രാത്രിയിൽ, നല്ല തണുപ്പുള്ള രാത്രി, വേർത്ത് നിങ്ങളുടെ അടുക്ക വരിക, വേർത്ത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ട്, ഒന്ന് എഴുന്നേറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒന്ന് പ്രാർത്ഥിച്ചേ എന്ന് പറഞ്ഞ് നിങ്ങൾ അവരുടെ മുഖം നോക്കുമ്പോൾ അവരുടെ മുഖത്തിന്റെ ഭാവം മാറുന്നു, രക്തം അവിടെ എവിടെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ശരീരത്തിന്റെ ക്ഷീണം കാണുമ്പോൾ നിങ്ങൾ ഉണർന്ന് ചോദിക്കത്തില്ലേ, എന്താ പറ്റിയ പറ? ചോദിക്കത്തില്ലേ? യേശു വന്ന് വിളിക്കുമ്പോൾ യേശുവിന്റെ അവസ്ഥ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിദുഃഖത്തിൽ അവൻ ഭ്രമിക്കാൻ തുടങ്ങിയെന്ന എന്ന് വെച്ചാൽ എന്താ? യേശു അമ്പരുന്നു, യേശു നാളെ അനുഭവിക്കാൻ പോകുന്ന വേദന ഓർത്തിട്ട് ആസ് എ ഹ്യൂമൻ കർത്താവ് ആകുലപ്പെടുകയാ, വേർക്കുന്നുണ്ട്. എന്നിട്ട് പോലും പത്രോസ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. നമ്മളാണെങ്കിൽ എന്ത് പറയും? എത്ര ക്ഷീണമാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വെപ്രാളം പിടിച്ചൊരു കാര്യം വന്നാൽ നമ്മൾ എന്ത്, എന്നെ പറ്റിയ പറ, മോനെ നീ ഒന്ന് ഉണർന്ന് പ്രാർത്ഥിച്ചേ എന്ന് പറയുമ്പോൾ നമ്മളിരിക്കും. പത്രോസിന്റെ മനക്കെട്ടി നിങ്ങളൊന്ന് ഓർത്തേ. പത്രോസ് പിന്നെ എന്ത് ചെയ്യുമെന്ന് പറ. നിങ്ങൾ ശരിക്കും മത്തായിയുടെ സുവിശേഷത്തിനകത്ത് ആ വാക്യ അർത്ഥം ഒന്ന് പോയി വായിച്ചാണല്ലോ. ഞാൻ കരഞ്ഞ ആ ഭാഗം വായിച്ചിട്ട്.
യേശു പറയും, മോനെ നീ ഒന്ന് ഉണർന്ന് പ്രാർത്ഥിച്ചേ. യേശു പോയി കഴിഞ്ഞപ്പോ പിന്നെ ഇവൻ കിടന്നുറങ്ങി. ഇനി കേൾക്കണം, ഒരു വട്ടമല്ല. സൂക്ഷിക്കാൻ 13-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് ഈ 14-ന്റെ 32 വട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ ഇവിടെയും പറയുന്നുണ്ട്, ഉണർന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട്, ഉണർന്നിരിപ്പീൻ എന്ന് പറഞ്ഞിട്ട് പിന്നെയും അല്പം മുന്നോട്ട് പോയി യേശു പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ വട്ടം വീണ്ടും വന്നിട്ട് എന്ത് ചെയ്തു? ഇവരെ ഉണർത്തി. നിങ്ങളെ ഒരാൾ ഒരു 3 വട്ടമൊക്കെ ഉണർത്തുമ്പോൾ നിങ്ങൾക്ക് ആ സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് യേശു കൂളായിട്ടല്ല വന്ന് പറയുന്നത്, ചിരിച്ചോണ്ടുള്ള മുഖം കൊണ്ടല്ല. യേശു വേദനയാൽ നുറുങ്ങിയാ വന്ന് പറയുന്നത്. എന്നിട്ട് പോലും പത്രോസിന്റെ ഹൃദയം എന്ത് പറഞ്ഞ ടച്ച്ഡ് ആവുന്നില്ല. അടുത്തെഴുതിയിരിക്കാം, മൂന്നാമതും കേൾക്കണം, മൂന്നാമതും വന്ന് അവനെ വിളിച്ചിട്ട് പറയാ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നീ ഉണർന്ന് പ്രാർത്ഥിക്ക. എനിക്ക് എന്റെ കർത്താവിനോടുള്ള സ്നേഹം ആഴമായി വന്നത് ഈ ഭാഗം വായിച്ചപ്പോഴാണ്. എന്താന്ന് പറയാം, യേശുവിന്റെ വേദന വലുതാ. യേശു നാളെ അനുഭവിക്കാൻ പോകുന്ന പരീക്ഷ വലുതാ. പരീക്ഷ മാറാനല്ല യേശു പ്രാർത്ഥിക്കുന്നത്, പരീക്ഷയിൽ നിലനിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് യേശു ഗത്സമനയിൽ ആക്ച്വലി പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന തിരിച്ചറിയണം. കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറണമെന്ന് പ്രാർത്ഥിച്ച യേശു പറയുന്നത്, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം, പരീക്ഷ വന്നോട്ടെ, പക്ഷെ നിലനിൽക്കാനുള്ള കൃപ. ഇത് തന്നെയാ യേശു പത്രോസ് ഇതും പ്രതീക്ഷിക്കുന്നത്. എന്തുവാ 3 വട്ടം എന്തിനാ പത്രോസിനെ വന്ന് ഉണർത്തിയത്? ഉത്തരവിതാ, മോനെ, അല്പ ദിവസം മുമ്പേ സാത്താൻ എന്നോടൊരു കാര്യം ചോദിച്ചു, നിന്നെ ഗോതമ്പ് പോലെ പാറ്റിക്കോട്ടെ. ഞാൻ പറഞ്ഞു, നീ എൻ്റെ കൂടെ നടക്കുന്നേ ഉള്ളൂ, നീ എൻ്റെ കൂടെ ഇല്ല, വിശ്വാസത്തിലില്ല, അതുകൊണ്ട് പാറ്റണ്ടെന്ന്. പക്ഷെ പരീക്ഷ മാറുന്നില്ല, പരീക്ഷ നിനക്ക് നേരെ വന്നിരിക്കും. ആ പരീക്ഷ നിന്നെ നശിപ്പിക്കാനാണെന്ന് നീ ചിന്തിക്കും, പക്ഷെ നശിപ്പിക്കാനല്ല. നീ എൻ്റെ കൂടെ ഇല്ലായിരുന്നു, ശരീരം കൊണ്ടല്ല മനസ്സുകൊണ്ട് നീ എൻ്റെ കൂടെ അല്ലായിരുന്നെന്ന് നിന്നെ ഒന്ന് തിരിച്ചറിയിക്കാൻ എനിക്ക് ഈ പരീക്ഷ നിനക്ക് തന്നേ പറ്റൂ. എന്നിട്ട് ഓർക്കണം കർത്താവിന്റെ സ്നേഹം കേട്ടോ. പരീക്ഷ വരുന്ന നീ എങ്ങനെയെങ്കിലും എഴുതിക്കോളാനല്ല, കർത്താവ് ഉണർന്നിരുന്ന് താൻ പരീക്ഷിക്കപ്പെടുമ്പോൾ നിലനിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി താൻ ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ ഉത്തരവാദിത്വം ഒന്ന് ഓർത്ത് വന്ന് 3 വട്ടം ഇവനെ ഉണർത്തുക, മോനെ ഉണർന്നിരുന്ന് എഴുന്നേക്കടാ, പ്രാർത്ഥിക്കടാ. എന്തുവാ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥി. ഏത് പരീക്ഷയോ? നിന്റെ മുമ്പിൽ പരീക്ഷ വരാൻ പോവാ. 2 പരീക്ഷയാ വരുന്നത്. എന്തുവാ? ഒന്ന്, ഒരു ബാല്യക്കാര്യത്തിന്റെ മുമ്പിൽ നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും. 2, നീ വാളെടുത്ത് വെട്ടും, നീ ആയുധം എടുക്കും. നിന്റെ കയ്യിലിരിപ്പും ശരിയല്ല, നിന്റെ നാക്ക് ശരിയല്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നിന്റെ കയ്യിലിരിപ്പ് എന്താന്ന് നീ കാണിക്കാൻ പോവാ, നിന്റെ തനി നിറം നീ കാണിക്കാൻ പോവാ. പരിശുദ്ധാത്മാ ചിലരോട് വാണിങ്ങി പറയുക, നിന്റെ മുമ്പിൽ വരുന്ന ചില പരീക്ഷ നിന്റെ തനി നിറം പുറത്ത് കാണിക്കാൻ ശത്രു ഒരുക്കുന്ന പദ്ധതിയാ. നിന്റെ നാവിനെ തെറ്റിക്കാൻ, നാവ് കൊണ്ട് പാപം ചെയ്യിക്കാൻ ശത്രു ഒരുക്കുന്ന കെണിയാ. ഉണർന്നിരുന്നോണം, ഉണർന്ന് പ്രാർത്ഥിച്ചോണം. പത്രോസിനെ 3 വട്ടം ഉണർത്തിയിട്ടും പത്രോസ് ഉണർന്നില്ല, ഉറങ്ങി. ഇനി ചോദ്യം, പരീക്ഷ വന്നോ? വന്നു. എന്ത് പറ്റി? പെട്ടുപോയി. ഇനി ഓർക്കണം, യേശു ഗത്സമനെ പ്രാർത്ഥിക്കുമ്പോഴും യേശു ആർക്കു വേണ്ടിയും കൂടെ പ്രാർത്ഥിച്ചു. ഞാനപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഒരു ക്യാൻസർ രോഗി മരണത്തിന്റെ അടുത്ത് നിൽക്കുക, നമ്മൾ അവരുടെ അടുക്ക ചെല്ലുമ്പോൾ, ഇപ്പൊ ഉദാഹരണം പറയാം, ഇപ്പൊ ഞാനായിക്കോട്ടെ, ഞാനൊരു ക്യാൻസർ രോഗിയെ കാണാൻ പോയി, എനിക്ക് പനിയാട്ടോ, അവര് ഡെത്ത് ബെഡിന് അടുത്ത് കിടക്കുക, അല്ലെങ്കിൽ വളരെ ഇപ്പൊ തീരുമെന്ന് പറഞ്ഞ് കിടക്കാം. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ കൂടെ. അപ്പൊ അവര് പറയാം, സാരില്ല, അക്സസിയുടെ പനി കണ്ടിട്ട് അക്സസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ഇതുപോലെ കർത്താവ് അനുഭവിക്കാൻ പോകുന്ന പരീക്ഷ വലുതാ. പക്ഷെ കർത്താവിന് അവിടെ ആരെക്കുറിച്ചാണ് ചിന്തയെന്നറിയോ? പത്രോസ് കൈവിടപ്പെടരുത്, പത്രോസ് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നാണ്. അതുകൊണ്ട് എന്താ, തന്റെ വേദനയിലുള്ള പ്രാർത്ഥനയിൽ യേശു അതിന്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് വന്ന് 3 വട്ടം ഇവനെ ഉണർത്തുക. മോനെ, നിനക്ക് വരുന്ന കൊച്ചു ടെസ്റ്റ് പേപ്പർ നീ എഴുന്നേറ്റിരുന്ന് പഠിക്കാൻ, പ്രാർത്ഥിക്കാൻ ചെയ്തോ? ചെയ്തില്ല. പത്രോസ് അപ്പോഴും ചിന്തിക്കുന്നത്, യേശു ഉണ്ടല്ലോ, ഇതുവരെ യേശു നിർത്തിക്ക് നാളെ യേശു നിർത്തും. കർത്താവ് പറയും, എപ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ട്, മാറുന്നില്ല, പക്ഷെ നീ എൻ്റെ കൂടെ ഉണ്ടോ?
നമ്മുടെ ജീവിതത്തിൽ പരീക്ഷ വരുമ്പോൾ യേശു നമ്മുടെ ഒപ്പം നമ്മൾ എപ്പോഴും പറയും, പക്ഷെ കർത്താവ് എന്നെ ഈ കാലഘട്ടത്തിൽ പഠിപ്പിച്ചതെന്നറിയോ? അല്ല, പരീക്ഷ വരുമ്പോൾ നീ എൻ്റെ കൂടെ നിൽക്കണം. ചില പരീക്ഷ നമ്മൾ ആരുടെ കൂടാന്ന് കാണിക്കാനാ. പക്ഷെ പരീക്ഷയിൽ ഇന്ന് പലരും കാണിക്കുന്ന പിശാചിന്റെ കൂടാന്ന് ഓൾറെഡി കാണിക്കുക. എങ്ങനെ അറിയോ? വാ തുറന്നാൽ പിശാചിന്റെ എല്ലാം പുറത്തു വരും. എന്തൊക്കെയാ? വെറുവെറുപ്പ്, ദൈവത്തെ ചോദ്യം ചെയ്യുക, ഇല്ലേ? എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ? ഇതെല്ലാം വരും. അപ്പൊ ആരുടെ കൂടെ നമ്മൾ നിൽക്കുന്നത്? പറച്ചിൽ കർത്താവ് കൂടെ ഉണ്ടെന്ന്, പക്ഷെ ഞാൻ ആരുടെ കൂടാന്ന് ഓർക്കണം. കർത്താവ് എന്നെ പഠിപ്പിച്ചതാ. ഈ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. പക്ഷെ നിങ്ങൾ ആരുടെ ഒപ്പം? കർത്താവിന്റെ ഒപ്പം ഉണ്ടോ? കർത്താവിന്റെ ഒപ്പം ഉണ്ടെങ്കിൽ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവ് നമ്മളെ ഉണർത്തുമ്പോൾ നമ്മളും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്കണേ. ഇനിയും പെട്ടെന്ന് പരിശുദ്ധാത്മാ എന്നോട് ഈ വചനത്തിൽ നിന്ന് 2 കാര്യം കൂടെ പറയാം. ഒന്ന്, തലമുറയ്ക്ക് നേരെ വരുന്ന പരീക്ഷയ്ക്ക് പ്രാർത്ഥിക്കണം. സഹോദരിമാരെ, കർത്താവ് ഇത് എവിടെ പറഞ്ഞെന്നറിയോ? താൻ പരീക്ഷിക്കപ്പെടുമ്പോൾ, തൻ്റെ പരീക്ഷയിൽ കൂടി താൻ യാത്ര ചെയ്യുമ്പോൾ, നമ്മുടെ കർത്താവ് യാത്ര ചെയ്യുമ്പോൾ, തൻ്റെ ക്രൂശ് എടുത്ത് കർത്താവ് യാത്ര ചെയ്യുമ്പോൾ, സഹോദരിമാരെ നോക്കി പറയുക, സഹോദരിമാരെ നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കണേ. നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവി. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ മക്കളെ കൊണ്ട് കണ്ണുനീരുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ അതുപോലെ തന്നെ നിങ്ങളെ ചൊല്ലിയും കരയണമെന്ന്. എന്ന് വെച്ചാൽ ഞാൻ വിശ്വാസത്തിൽ നിലനിൽക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വേണം എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ മക്കളുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നു. അതെന്നെ ചിന്തിപ്പിച്ചു. നിങ്ങൾ ഈ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും, ഈ ഫ്ലൈറ്റ് അറ്റൻഡൻസ് ഇത് പറയും, വാർണിങ്സ് കൊടുക്കും, എങ്ങനെയൊക്കെയാണ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുമ്പ്. അപ്പം ഞാൻ ഒരിക്കൽ എപ്പോഴും ശ്രദ്ധിച്ചൊരു ഭാഗമുണ്ട്. ഇവര് വന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, എന്തെങ്കിലും രീതിയിൽ ഫ്ലൈറ്റിന്റെ അപകടത്തിലോ എന്തെങ്കിലും ഒരു ടർബുലൻസ് കൂടി വന്നാൽ ഓക്സിജൻ മാസ്ക് ഇടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവർ പറഞ്ഞൊരു വാക്ക് എന്നെ ചിന്തിപ്പിച്ചു. എന്താണെന്നറിയോ? ആദ്യം നിങ്ങൾ ധരിക്കണം. നിങ്ങൾ സേഫ് ആയിട്ട് മറ്റൊരാളെ സേഫ് ആക്കാൻ നോക്കാണോ? കേട്ടിട്ടുണ്ടോ? അതായത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്സിജൻ മാസ്ക് ധരിക്കണം. നമ്മൾ നേരെ തിരിച്ചല്ലേ. ഇപ്പൊ ഞാൻ എൻ്റെ കുഞ്ഞിന്റെ കൂടെ പോകുന്നെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് പറയും, ആദ്യം എൻ്റെ കൊച്ചിനെ രക്ഷപ്പെടുത്താൻ നോക്കും. പക്ഷെ കൊച്ചിനെ രക്ഷപ്പെടുത്താനുള്ള ബലം എനിക്ക് വേണം. ഞാൻ ആദ്യം എന്ത് ചെയ്യണം? എനിക്ക് ഓക്സിജൻ വേണം. ഇത് തന്നെയാണ് ഈ ഒരു കാര്യം. ഒരു ദിവസം ഞാനിങ്ങനെ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ആക്ച്വലി ഞാനത് ശ്രദ്ധിച്ചത്. പെട്ടെന്ന് എന്നെ ചിന്തിപ്പിച്ചു, ഇതെന്തിനാ ഇങ്ങനെ ഇവർ എടുത്തു പറയുക. ഫസ്റ്റ് യു ഹാവ് ടു പുട്ട് യുവർ ഫേസ് മാസ്ക്, ദെൻ യു ഹാവ് ടു പുട്ട് ഫോർ എനിബഡി ദാറ്റ് യു ആർ ഹെൽപ്പിംഗ്. അപ്പൊ ഇതെന്നെ പെട്ടെന്ന് ചിന്തിപ്പിച്ചു. കർത്താവ് എന്നോട് പറയും, മോളെ ഈ വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ അറിയോ? കാൽവരി ക്രൂശിലോട്ട് പോകുന്നിടത്ത് അവിടെ എഴുതി പറഞ്ഞു, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരവി എന്നല്ല, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവി. എന്താ? കർത്താവെ, ഞാൻ വിശ്വാസത്തിൽ നിലനിൽക്കാൻ കർത്താവ് എനിക്ക് കൃപ തരണം. ഞാൻ വിശ്വാസത്തിൽ നിലനിന്നാലേ എനിക്ക് എൻ്റെ മക്കളെയും വിശ്വാസത്തിൽ നിലനിർത്താൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് തൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, മറ്റുള്ളവരുടെ നിലനിൽപ്പിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന നമ്മൾ നിലനിൽക്കുവാന്ന്. ഒരു വാക്യം പെട്ടെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളത്. അതിന് മുമ്പ് കുറെ കാര്യം പറയുന്നുണ്ട്. താന്താന്റെ പാത്രത്തെ നേടുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഞാൻ എന്നെ തന്നെ നേടണം. ഞാൻ എന്നെ തന്നെ നേടണമെങ്കിൽ ഞാനിപ്പോൾ എവിടെയാണെന്ന് ഞാനൊന്ന് തിരിച്ചറിയണം. അതെവിടെ അറിയുന്നറിയും? കഷ്ടതയിൽ അറിയുന്നത്, പ്രയാസത്തിൽ അറിയുന്നത്, വേദനയിൽ അറിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചിലത് ദൈവം അനുവദിക്കുന്നത് നമ്മളെ തകർക്കാനല്ല കേട്ടോ. നമ്മൾ എവിടെയാണ് വിശ്വാസ ജീവിതത്തിൽ നിന്ന് തിരിച്ചറിയാനാ. ഏലിയാവേ, നിനക്കൊരു വിചാരമുണ്ട്, നീ എല്ലാവരെക്കാളും വലിയ പ്രവാചകനാണ്. നീ എന്ത് വലിയ ആഹാബിനോട് വരെ പറയാനുള്ള ധൈര്യം നിനക്കുണ്ട്. പക്ഷെ നിന്റെ ഉള്ളിൽ യഥാർത്ഥമായി ധൈര്യമുണ്ടോ എന്നറിയാൻ ഞാൻ നിനക്കൊരു പരീക്ഷ വെക്കുക. അതൊരു സ്ത്രീയുടെ മുമ്പിലാണ്. ആ പരീക്ഷയുടെ മുമ്പിൽ ഏലിയ പറയും, എൻ്റെ കർത്താവേ മതി, ഇപ്പൊ എന്നെ എടുത്തു. ശരിക്കും ഏലിയാവിന്റെ ആ ഭാഗം എന്തിനാ എഴുതി വെച്ചിരിക്കുന്ന അറിയോ? നമ്മുടെ ലൈഫിലും ചില പരീക്ഷ വരുമ്പോൾ നമ്മൾ അറിയാതെ ഇത് പറഞ്ഞു പോകും. ഞാൻ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്, കർത്താവെ മതി, കർത്താവ് എന്നെ എടുത്തു, മതി മതി മതി, സഹിക്കാൻ വയ്യപ്പ, കേൾക്കാൻ വയ്യപ്പ. പക്ഷെ ദൈവമക്കളെ, ദൈവാത്മാ പറയാ, പരീക്ഷ കടന്നേ പറ്റൂ. ഇനി അവസാനത്തെ വാക്യം വായിച്ച് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കാം. 13-ന്റെ 33. നമ്മൾ ഇന്ന് വായിച്ച
അധ്യായത്തിന്റെ 13:33. നിങ്ങൾ അറിയായിക കൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഏത്? ആ കാലം എപ്പോൾ വരുമെന്ന് നിങ്ങൾ അറിയായിക കൊണ്ട്. അപ്പൊ നമ്മുടെ സമയത്തെ നമ്മൾ സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ ചില അപകടം നമുക്ക് നേരെ, ചില പരീക്ഷ നമുക്ക് ഏത് സാഹചര്യത്തിലാണ് പെട്ടെന്ന് കയറി വരും നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഉണർന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നത്. കർത്താവിന്റെ ഭാരം എപ്പോഴെന്ന് അറിയത്തില്ല, ഉണർന്ന് പ്രാർത്ഥിക്കണം. കുടുംബജീവിതത്തിൽ എപ്പോഴാണ് ഒരു പ്രശ്നം കയറി വരുന്ന അറിയത്തില്ല, പ്രാർത്ഥിക്കണം. കാരണം ശത്രു കള വിതയ്ക്കുന്നത് രാത്രിയിലാണ്, ഉറങ്ങുമ്പോഴാ. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഉറങ്ങുന്നവരേ, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, കേട്ടിട്ടുണ്ടോ? അത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ എഴുന്നേക്കണം. ഇവരറിയുന്നില്ല ഇവർ ഉറങ്ങുന്ന മരിച്ചവരുടെ ഇടയിലാണ്. ഇവർ നോക്കുമ്പോൾ എല്ലാവരും ഉറങ്ങും, എന്നാ ഞാനും ഉറങ്ങുവാന്ന്. അയ്യോ, അത് മരിച്ചതാ. ഇന്ന് പല വിശ്വാസ സമൂഹങ്ങളും അങ്ങനാ, എല്ലാവരും ഉറങ്ങുള്ളൂ. എല്ലാവരും വലിയ പ്രാർത്ഥനയോ ഫാസ്റ്റിങ്ങോ ഒന്നുമില്ല, എന്നാ ഞാനും ഫാസ്റ്റിംഗ് ഇരിക്കുന്നില്ല. സഭ ഫാസ്റ്റിംഗ് വെക്കുമ്പോൾ ഞാൻ ഫാസ്റ്റിംഗ് ഇരിക്കാം. ഓ പാസ്റ്റർ എന്താ ഈ ഇടയായിട്ട് ഫാസ്റ്റിംഗ് പ്രയർ ഒന്നും വെക്കാത്തെ? കഴിഞ്ഞ ഇടയ്ക്ക് ഒരാൾ എന്നെ വിളിച്ചപ്പോൾ പറയാം, സിസ്റ്റർ ഞങ്ങളുടെ ചർച്ച ഫാസ്റ്റിംഗ് പ്രയർ ഒക്കെ കുറവാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫാസ്റ്റിംഗ് സഭയെ ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോഴാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞൊരു വാക്കിങ്ങനെ, സിസ്റ്ററെ ഫാസ്റ്റിംഗ് വ്യക്തിപരമാണ്. സഭ ഇരിക്കുമ്പോൾ ഞാൻ ഇരിക്കാമെന്നല്ല. സഭ ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും, നിങ്ങൾ അറിയുന്നില്ല. അപ്പം നിങ്ങളും കൂടെ പോയി കിടന്നുറങ്ങും. നമ്മൾ മരിച്ചവരോടാണെന്ന് അറിയുന്നത് എല്ലാം ഒരേ രീതിയിൽ പോവാ, ഒരു ഉണർവില്ല, ജീവനില്ല. പക്ഷെ നമ്മൾ ജീവിക്കപ്പെട്ടാണ് നമ്മളോട് ദൈവം പേഴ്സണലി ഉപവസിക്കാൻ പറയുമ്പോൾ നമ്മളിരിക്കും, പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മളിരിക്കും. ആകയാൽ ഉണരുക, ഉണരുക, ഉണരുക. ദൈവാത്മാ വീണ്ടും പറയോ, ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. ഇന്ന് വായിച്ച കുറിവാക്കി നിങ്ങൾ കേട്ടോ. അവൻ വരുമ്പോൾ നിങ്ങളെ ഉറങ്ങുന്നവരായി കാണരുത്. ചില വിഷയങ്ങൾ വരുമ്പോൾ ഉണർങ്ങുന്നവരായി നമ്മളെ കാണരുത്. നമുക്ക് ഉണർന്ന് പ്രാർത്ഥിക്കാൻ ദൈവമക്കളെ. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? എപ്പോഴും പ്രാർത്ഥിക്കണം. ഹൃദയത്തിൽ യാത്ര ചെയ്യുമ്പോൾ, കുക്ക് ചെയ്യുമ്പോൾ, കർത്താവെ സംഭവിപ്പാളതെല്ലാം ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യപുത്രന് മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന് ഞങ്ങൾ ഉണർന്ന് പ്രാർത്ഥിപ്പാള കൃപ തരണം. പ്രാർത്ഥിക്കാൻ പറ്റാത്തവരോട് ഞാൻ പറയാം, നമുക്ക് ദൈവത്തോട് ചോദിക്കാം, അപ്പ ഉണർന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ അപ്പ എനിക്ക് തരണേ, കരയാനുള്ള കൃപ തരണേ. പത്രോസിനെ പോലെ ആകാതെ, മനസ്സിലായി, ഉണർന്ന് എൻ്റെ അപ്പൻ്റെ കൂടെ ഉണർന്നിരിക്കാൻ. കർത്താവ് എന്നെ തട്ടി എഴുന്നേൽപ്പിക്കുമ്പോൾ ഉണർന്നിരിക്കാൻ. ഞാനൊരു തുറന്നൊരു കാര്യം പറയും നിങ്ങളോട്. എൻ്റെ മമ്മി, ഞാൻ ഇപ്പോഴും മമ്മിയുടെ കാര്യം പറഞ്ഞു തോന്നുന്നു, മമ്മിയെ ചില കാര്യങ്ങൾ ഞങ്ങളെ റിമൈൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ. മമ്മി എപ്പോഴും പറയും എല്ലാം സന്തോഷമായിട്ട് പോകുമ്പോൾ. ഞങ്ങളുടെ മമ്മിയിൽ നിന്ന് ഞങ്ങൾ കണ്ടതാ, കേട്ടതല്ല, കണ്ടതാ. ഞങ്ങളുടെ വീട്ടിലെല്ലാം നല്ല സന്തോഷമായിട്ട് പോയിരിക്കും. ഭക്ഷണത്തിന് ഭക്ഷണം, വസ്ത്രത്തിന് വസ്ത്രം. ഞങ്ങൾ ഫെയ്ത്ത് ഹോമിലായോണ്ടാകട്ടെ ഭക്ഷണം വസ്ത്രമൊക്കെ ഒക്കെ പറഞ്ഞു. അതിനൊക്കെ ബുദ്ധിമുട്ടുള്ളപ്പം ഇതെല്ലാം ദൈവം തരുന്നു, സന്തോഷമുണ്ട്, നല്ല വിജയമൊക്കെ ദൈവം തരുന്നു. എല്ലാം സ്മൂത്തായിട്ട് പോകുമ്പോൾ മമ്മി പെട്ടെന്ന് ഒരു 7 അങ്ങ് ഇരിക്കും, അല്ലെ 21 ഇരിക്കും. ഇപ്പം ഞാൻ ചോദിക്കും, ഇപ്പം എന്തിനാ, കഷ്ടതയൊന്നുമില്ല? മമ്മി പറയും, ഇപ്പോഴായിരിക്കേണ്ടത്. എന്തോ ശത്രു എന്ത് ചെയ്യുന്നുണ്ട്, മമ്മിക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റും. അത് മമ്മി പഠിച്ചത് കർത്താവിൽ നിന്നാണ്. മമ്മി പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവ് കഷ്ടത വരുന്നതിന് മുമ്പേ വേറിട്ട് പോയിരുന്ന് പ്രാർത്ഥിക്കും, കഷ്ടത വരുമ്പോൾ കിടന്നുറങ്ങും. നമ്മൾ നേരെ തിരിച്ച. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് എന്താ ചെയ്തേ? ശിഷ്യന്മാരോട് അക്കരയ്ക്ക് പോകാൻ പറഞ്ഞിട്ട് താൻ എന്ത് ചെയ്തു? തനിയെ മലയിൽ പോയിരുന്ന് വേർതിരിഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പൊ ഈസിയാന്നേ, അപ്പമൊക്കെ കൊടുത്തിട്ടിരിക്കുക. അപ്പത്തിന് അപ്പമുണ്ട്, എല്ലാവരും തന്നെ കുറിച്ച് നല്ലതാ പറയുന്നത്. എന്തോ അയ്യോ യേശു 5 അപ്പം കൂടെ 5000 പേരെ പൊടിപ്പിച്ചു, എല്ലാം ഉണ്ടെന്ന്. പക്ഷെ യേശു പറയാം, നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഞാൻ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പോവാ. കർത്താവ് കുറച്ചു നേരം പോയിരുന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്ത് ചെയ്ത്? യേശുവിന്റെ തന്റെ ശിഷ്യന്മാരോട് പടകിപ്പോയി. അപ്പൊ എന്നാ പറ്റിയത്? കാറ്റ് വന്നു, കോള് വന്നു. യേശു അവിടെ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചോ? തലയുടെ അനിച്ച് നല്ല സൂപ്പറായിട്ട് കിടന്നുറങ്ങി. തനിക്കൊരു കാര്യം അറിയാം, താൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തു. എൻ്റെ മമ്മി എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ആയുസ്സുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ പ്രായം ചെന്ന് ചെല്ലി പറയും പ്രായമുള്ളവരാ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്, കൊച്ചു പിള്ളേരാരും ഉപവസിക്കേണ്ടത്. ഞാൻ എല്ലാ കൊച്ചു പിള്ളേരോടും പറയും, നിങ്ങൾ ഇപ്പോഴേ ഉപവാസം തുടങ്ങണം. പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ ഇതിനെ ഉപവസിക്കുന്നത്. ചിലരുടെ വിഷയം പ്രശ്നമുള്ളവരെ ഉപവസിക്കുന്ന, പ്രശ്നമുള്ളവരല്ല ഉപവസിക്കുന്നത്. യജമാനൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഇരിക്കണം, പക്ഷെ യജമാനൻ കൂടെ ഇല്ലാത്തപ്പോൾ തോഴ്മക്കാർ ഉപവസിക്കണം, പ്രാർത്ഥന. അതിന്റെ അർത്ഥം നമ്മുടെ കർത്താവ് ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലല്ലേ. കർത്താവ് വരാറായി, മണവാളൻ വരാറായി. നമ്മൾ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ബൈബിളിൽ 2 പേരെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ പുതിയ ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് ഹന്ന പ്രവാചകി അല്ലേ, ശിമിയോൻ. എന്താ ഇവര് ചെയ്ത്? ഹന്ന എന്തിനാ ഉപവസിക്കുന്നത്? മക്കളൊന്നും ഇല്ലല്ലോ,
നീ വിധവയല്ലേ, നിനക്കെന്താ ഇത്രമാത്രം ഉപവസിക്കാൻ വിഷയം? ഹന്ന പറയും, അയ്യോ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കല്ലേ. ഹന്നയ്ക്ക് എപ്പോഴും കണ്ണുനീരും പ്രാർത്ഥന ഉപവാസം ആലയം വിട്ടു മാറത്തില്ല. അപ്പൊ എല്ലാരും ചിന്തിക്കും, ഈ ഹന്നയ്ക്ക് എന്തോ ഇത്രമാത്രം പ്രാർത്ഥിക്കാനുള്ള, ഭർത്താവും ഇല്ല മക്കളും ഇല്ല, വീട്ടിൽ പോയി റിട്ടയർമെന്റ് ആഘോഷിക്കേണ്ട ഈ സമയത്ത് ഇന്ന് ഈ ചർച്ച വിടാതിരിക്കുന്നത്. ഹന്ന പറയും, നിങ്ങൾ കാണാത്തൊരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്, എന്നറിയോ? എന്റെ കാലയളവിൽ മശിഹ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്ങനെ അറിയാം ഹന്നായെ? ഞാൻ ആത്മാവിൽ എപ്പോഴും ദൈവവുമായിട്ട് കണക്റ്റഡാണ്. ഞാൻ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്നത്. എപ്പോഴും ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ് അവിടെ എഴുതിയേക്കുന്നത്. ഉപവാസത്തിലും പ്രാർത്ഥനയിൽ ഇരിക്കുന്നവരോട് ദൈവാത്മ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കും. അവർക്കറിയാം മശിഹ എപ്പ വരുമെന്ന്. അവർക്കറിയാം മണവാളന്റെ വരവിന്റെ സംഗതികൾ അടുത്തു വന്നെന്ന്. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഓർത്തോ, ആത്മീകത്തിൽ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഓർത്തോ, മണവാളന്റെ ശബ്ദം കേൾക്കാൻ നിങ്ങളുടെ ഹൃദയം തയ്യാറായിട്ടില്ല. ആകയാൽ ഇന്ന് വായിച്ച വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? സൂക്ഷിച്ചു കൊള്ളുവീൻ. എന്തൊക്കെ സൂക്ഷിക്കണം? എല്ലാവരെയും സൂക്ഷിക്കണം. ആരെ സൂക്ഷിക്കണം? തെറ്റായി വചനം പഠിപ്പിക്കുന്നവരെ സൂക്ഷിക്കണം. ഇന്നലെ ഞാൻ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഒരു മോൾ എന്നോട്, ചേച്ചി എന്താ അങ്ങനെ എഴുതിയെന്ന്. ഞാൻ പറഞ്ഞൊരു സ്റ്റാറ്റസിൽ ഇട്ട വചനം ഇതാ: ഇന്നത്തെ ഗോസ്പൽ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഗോസ്പൽ എന്താണെന്നറിയാമോ? ഇഷ്ടമുള്ള ഗോസ്പൽ അവർക്കെല്ലാം ഇഷ്ടം ഹീലിംഗ്, വിടുതല. പക്ഷെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താത്ത ഒരു സുവിശേഷമല്ല. പാപത്തെക്കുറിച്ച് ബോധം വരുത്താത്ത ഒരു ഹീലിംഗും അല്ല. പക്ഷെ ഇന്നത്തെ സുവിശേഷം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളിങ്ങി വാ, നിങ്ങളുടെ വിഷയത്തിന് വിടുതല. പാപം ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ? ഞാനപ്പോൾ ശ്രദ്ധിച്ചു, യേശുവിന്റെ ഹീലിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യേശു ആരെ ഹീലിംഗ് ചെയ്താൽ അവരോട് പറയും, ഇനി മേലാൽ നീ പാപം ചെയ്യരുത്, ഞാൻ നിന്റെ പാപങ്ങളെ മോചിച്ചിരിക്കുന്നു. അപ്പോഴാ വൈദ്യന്മാരിക്കുന്നത്, രോഗിയെ ഹീൽ ചെയ്താൽ പറയും, ഇവനാരാ പാപങ്ങളെ മോചിക്കാൻ? കാരണം എന്താ? ശ്രദ്ധിക്ക്, യേശു എവിടെയും പാപത്തെക്കുറിച്ച് ജനത്തിന് ബോധം വരുത്തിക്കൊണ്ടിരുന്നത്. പാപത്തെക്കുറിച്ച് ബോധം വരുത്താത്ത ഒരു വാക്തത്വവും ഒരു സുവിശേഷമല്ല. നമ്മുടെ കുറവുകൾ വെളിപ്പെടുത്തി തരാത്ത ഒരു കാര്യവും നിങ്ങൾ എന്റർടൈൻ ചെയ്യരുത്. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ കുറവ് എവിടാന്ന് എന്നോട് പറ. കാരണം മണവാളൻ തന്റെ മണവാട്ടിക്ക് തന്റെ കുറവുകൾ പറഞ്ഞ് തന്നെ നികത്താൻ ശ്രമിക്കും. എങ്ങനാ? ഒരു മണവാട്ടി എത്ര ഒരുങ്ങി കഴിഞ്ഞാലും ലാസ്റ്റ് പോകുന്നതിന് ഇപ്പം ഒന്നും കൂടെ ഒന്ന് കണ്ണാടിയെ നോക്കും. എന്തിനാ? എല്ലാം പെർഫെക്റ്റ് ആണോന്ന്. ഒരുങ്ങി ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങിയാലും നമ്മൾ പറഞ്ഞാലെ ഓഡിറ്റോറിയത്തിൽ കയറുന്നതിന് മുമ്പ് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് എത്ര വട്ടം നോക്കും അല്ലേ? ഇല്ലേ? എന്തിനാ നോക്കുന്ന ഇപ്പോഴും? അതെന്തുവാ വചനമാകുന്ന കണ്ണാടി നോക്കുന്ന? എന്തിനാ കണ്ണാടി നോക്കുന്ന വെച്ചാൽ സൂപ്പറാണോന്ന് അറിയാനല്ല, എവിടെയെങ്കിലും കുറവുണ്ടോന്ന് അറിയാൻ. എല്ലാവരും കണ്ണാടി നോക്കുന്ന എന്തിനാ? കുറവുണ്ടോന്ന് അറിയാൻ. പക്ഷെ നമ്മുടെ കുറവ് നമ്മൾ കാണാറുണ്ട്, കണ്ണാടി നോക്കാറുണ്ട്, വചനം വായിക്കാറുണ്ട്, അപ്പോഴേ കുറവ് അറിയത്തുള്ളൂ. പത്രോസ് കുറവ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പത്രോസ് ഓർത്ത പത്രോസിന് വിശ്വാസം ഉണ്ടെന്ന്. ദൈവമക്കളെ, ഉണരാം, സൂക്ഷിക്കാം. ആരെ സൂക്ഷിക്കണം? നമ്മളെ തന്നെ സൂക്ഷിക്കണം, മറ്റുള്ളവരെ സൂക്ഷിക്കണം. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ നമ്മളെ തന്നെ സൂക്ഷിക്കണം. ഉറങ്ങുന്നവരായിട്ട് കാണാതെ ഉണർന്നിരിക്കുന്നവരായിട്ട് മണവാളൻ നമ്മളെ കാണട്ടെ. ആകിയാൽ അതിനുവേണ്ടി ഉണരാം, പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.